താങ്ക് യു ഡോക്ടർ മനോജ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1228 ദിവസമാണ്. ഇന്ന് മലയാളം സെഷൻ പ്രോഗ്രാമിൽ ഡോക്ടർ മധുസൂദനൻ പണിക്കർ സാർ നടത്തുന്ന ക്ലാസ്സാണ്. ഇന്നത്തെ സാറിന്റെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ സൂം സെക്ഷനിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. സാറിന്റെ ക്ലാസ്സുകളെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനില്ല. സാറ് നമുക്ക് വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകളാണ്, ഒരുപാട് ക്ലാസ്സുകളാണ് സാർ എടുത്തിട്ടുള്ളത്. സാർ എന്തായാലും വീണ്ടും നമ്മുടെ പുതുവർഷത്തിൽ ആദ്യമായിട്ടുള്ള ക്ലാസ്സിന് വേണ്ടി സാർ എത്തി. സാറിന് പുതുവത്സര ആശംസകൾ നേരുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറേ, ക്ലാസ് തുടങ്ങും. എല്ലാവർക്കും നമസ്കാരം. പ്രണാം ടു ഭഗവാൻ, പ്രണാം ടു ഓൾ ഓഫ് യു. ഇന്ന് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സാറേ, നന്നായി കേൾക്കാം, കുഴപ്പമില്ല. ഇന്ന് നമ്മള് എന്നോടൊപ്പം ഉള്ളവരോട് ഇന്ന് നമ്മള് വളരെയേറെ നന്മയുള്ള, എന്നാല് ഒത്തിരി പേര് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ക്രോണിക് ഡിസീസിൽ വളരെയേറെ പ്രയോജനമുള്ള ഒരു മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ കൂടാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും 2-3 മരുന്നുണ്ട്. സമയം അനുവദിക്കുവാണെങ്കിൽ ചെയ്യാം. ഫസ്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എക്സ്റേ എന്ന് പറയുന്ന ഒരു മരുന്ന്. എക്സ്റേ ഇപ്പൊ സാധാരണഗതിയിൽ എക്സ്റേയുടെ ഒരു സ്കിന്നോ അല്ലെങ്കിൽ എക്സ്റേയുടെ ഒരു പെരിഫറലുള്ള 1-2 സിംറ്റം, ഒരു കീനോട്ട് സിംറ്റം മാത്രം വെച്ച് ട്രീറ്റ് ചെയ്യുന്ന നമുക്ക്, എൻ്റെ അനുഭവത്തിൽ കണ്ടതും കേട്ടതും, ഞാൻ എക്സ്റേയെ പറ്റി കൂടുതൽ പഠിച്ചതും ജോർജ് വിത്തൽകോഷും പിന്നെ കൽക്കട്ട ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസും നമ്മുടെ ഫറൂഖ് മാസ്ബിയുടെയൊക്കെ ക്രോണിക് ഡിസീസിൽ ഏറ്റവും കൂടുതൽ എക്സ്റേ നന്മ ചെയ്യുന്നതും ഞാൻ കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് പ്രയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള അത്ഭുതങ്ങളുമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ എക്സ്റേയെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഏറ്റവും കൂടുതൽ റേഡിയേഷന്റെ ബാഡ് എഫക്റ്റ്. ഇപ്പൊ നമ്മൾ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു മെഡിസിൻ ട്രീറ്റ്മെന്റിലുള്ള റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി മാത്രമാണ് എല്ലാവരും ശ്രദ്ധയാകുന്നത്. പക്ഷേ ഈവൻ കണ്ടിന്യൂസ് എക്സ്പോഷർ ഓഫ് സൺ, സൂര്യപ്രകാശം കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോഷർ ചെയ്യുന്ന കൃഷിക്കാർക്കുള്ള അസുഖമാണ് അത് എയിൽമെന്റ് ഫ്രം റേഡിയേഷൻ ഫ്രം സണ്ണാണ്. രണ്ടാമതായിട്ട് എക്സ്റേ ടെക്നീഷ്യൻസ്. 3, സ്കാൻ ചെയ്യുന്ന ഡോക്ടർമാരുടെ കൂടെ ഡോക്ടർമാർക്കും ഡോക്ടർമാരെ അസിസ്റ്റ് ചെയ്യുന്ന ടെക്നീഷ്യൻസിന്. എക്സ്റേ ടെക്നീഷ്യൻസ്, സ്കാൻ ചെയ്യുന്നവര്, ഇപ്പൊ ഡ്രൈവേഴ്സ് പോലും എക്സ്പോസർ ടു പെട്രോൾ ഗ്യാസ് അല്ലെങ്കിൽ ഡീസൽ ഗ്യാസിന്റെ കൂടുതൽ എക്സ്പോഷർ വർഷങ്ങളോളമായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന അസുഖങ്ങളിൽ ഇപ്പൊ റേഡിയേഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റിന് റേഡിയേഷൻ മാത്രമല്ലാതെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് സൂര്യപ്രകാശം കൊള്ളുക, അല്ലെങ്കിൽ പാചകക്കാർക്ക് ഉണ്ടാകുന്ന ഒത്തിരി അസുഖങ്ങൾ ക്രിയേറ്റഡ് ബൈ റേഡിയേഷൻ എക്സ്പോഷർ ടു ഫ്ലെയിം, തീയുടെ അടുത്ത് നിന്ന് ഒത്തിരി ജോലി ചെയ്യുന്ന ആളുകളിലും ഒക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളില് ഈ മൾട്ടിമയാസ്മാറ്റിക് മെഡിസിൻ അത്ഭുതകരമായ നന്മയാണ് നമുക്ക് ചെയ്തു തരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ എക്സ്റേ എന്ന് പറയുന്ന മെഡിസിൻ ഒരു ഡീപ് സൈക്കോസോറിക് മെഡിസിനാണ്. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ സൈക്കോസോറിക് എന്ന് പറയുമ്പോൾ അതിന്റെ ക്യാരക്ടറിൽ നമ്മൾ കാണുന്ന ഈ 2 കോമ്പിനേഷൻ മയാസത്തില് നമ്മുടെ നോർമലായിട്ടുള്ള സ്കിൻ എക്സ്പോഷർ ടു എ സ്റ്റിമുലേറ്റീവ് ഏജന്റ്
ഒന്നുകിൽ വെയിലാകാം, അല്ലെങ്കിൽ പെട്രോൾ പമ്പ്സ് ആകാം, ഇല്ലെങ്കിൽ വെൽഡിംഗ് ജോലി ചെയ്യുന്നവരാകാം, പാചകക്കാരാകാം, ഇല്ലെങ്കിൽ എക്സാക്ട്ലി റേഡിയേഷന് വിധേയമാകുന്നവരാൻ, റേഡിയേഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ഉള്ള റേഡിയേഷൻ കൊടുക്കുന്നവരും റേഡിയേഷന്റെ റൂമിലിരിക്കുന്നവരും ഒക്കെ ഇതിന് ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന അസുഖങ്ങളിൽ എക്സ്റേക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ്. അതിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യം സൈക്കോസിബിലിറ്റിക് എന്ന് പറയുന്ന മെയിൻറ്റെയിനിങ് മയാസോൾ. ഇതിന്റെ സൈക്കോസിസ് എവിടെയാ? സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി നമ്മളുടെ ഇന്റേണൽ ഓർഗണോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓർഗണോ തിക്കൻഡായി സൈക്കോസിസ് ഡിപ്പോസിറ്റ് ചെയ്ത് വന്നിട്ട് അത് വീണ്ടും ഏതെങ്കിലും ഒരു മെന്റലി ഒരു ഫിസിക്കലി ഒരു നെർവസിലെ ഒരു ഫുഡിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിസിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എടുക്കുന്ന റേഡിയേഷനോ അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ CT സ്കാനോ MRI സ്കാനോ ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് എടുക്കുന്ന വരുന്ന അവസരത്തില് അതിനകത്ത് സൈക്കോസിസില് സിബിലിറ്റിക് ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടിട്ട് ക്രാക്സ് ഉണ്ടാകുക, ബ്ലീഡിങ് ഉണ്ടാക്കുക, അൾസറേഷൻ ഉണ്ടാക്കുക, ഹീൽ ചെയ്യാൻ താമസം വരും. അപ്പൊ അതാണ് എക്സ്റേ എന്ന മെഡിസിന്റെ പതോളജി. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്തു വരുന്നതും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ് സ്കിൻ ലീഷൻസ് ആഫ്റ്റർ എക്സ്പോഷർ ടു റേഡിയേഷൻ. നേരത്തെ പറഞ്ഞിട്ടുള്ള ഏത് ടൈപ്പ് റേഡിയേഷനിൽ വരുന്ന സൈക്കോസിബിലിറ്റിക് അപ്പിയറൻസ് ഓഫ് സ്കിൻ. അപ്പൊ എന്താ സൈക്കോസിബിലിറ്റിക് അപ്പിയറൻസിൽ? തിക്കൻഡ് ആയിരിക്കും, ഗ്രാജുവലി ഡാർക്കൻഡ് ആയിരിക്കും, ഗ്രാജുവലി ക്രാക്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ ക്രാക്ഡ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്രാക്ക് ആയിരിക്കും. പക്ഷെ വേദന വളരെ സിവിയർ ആയിട്ടുള്ള വേദന, സെക്കൻഡറി ഇൻഫെക്ഷൻ, ഒരു സോറിക് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നവരെ ഉണ്ടാകത്തില്ല. നമ്മളൊരു ഇപ്പം അതിന്റെ സിബിലിറ്റിക് മയാസത്തിന് ഒരു ബൈലാട്രൽ ആയിരിക്കും. കാലിലുണ്ടാണെങ്കിൽ രണ്ട് കാലിലും വരും, കയ്യിലാണെങ്കിൽ രണ്ട് കാലിലും വരും, രണ്ട് കൈയിലും വരും. ഇപ്പം അത് ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു മയാസ്മാറ്റിക് ഡിഫറൻസിയേഷനും നമ്മൾ മറ്റ് പെട്രോളിയം പോലുള്ള മെഡിസിനും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അല്ലെങ്കിൽ ഫൈറ്റിലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം എക്സ്റേയിൽ കാണുന്ന ഒരു ഷോർട്ട് കട്ട് സിംറ്റം ആണിത്. രണ്ട്, ഇതുവഴി റേഡിയേഷൻ വഴിയോ അല്ലാതെയോ ഈ ജീവിത സാഹചര്യമുള്ളവരിൽ വരുന്ന ഈവൻ ലൂക്കീമിയ, അവിടെയും ഡിസ്ട്രക്ഷൻ ആണ്. ലൂക്കോസൈറ്റിന്റെ ഈമിയ എന്ന് പറഞ്ഞാൽ കുറയുക. ഇപ്പൊ കുറയുന്ന ബ്ലഡ് സെൽസ് കുറയുന്ന അസുഖങ്ങളിൽ ഈ സാഹചര്യമുള്ള ആളുകളിൽ ഈ മെയിൻറ്റെയിനിങ് കോസ് ഇതുപോലുള്ള റേഡിയേഷന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റേഡിയേഷൻ ഉണ്ടെങ്കിൽ ലൂക്കിയമിയയിൽ എക്സ്റേ ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ്. നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്ന അസുഖങ്ങളിലൊക്കെ വേറെ ഒരു സിംറ്റവും കാണത്തില്ല. മോഡേൺ മെഡിസിനുള്ള മെഡിസിനോ മറ്റ് കൊടുത്തിട്ട് കുറയാതെ നമ്മളെടുത്ത് വരുന്ന കേസസിൽ ഈ ഒരു മെയിൻറ്റെയിനിങ് കോസ് ഉണ്ടെങ്കിൽ എക്സ്റേ വളരെ ഫലപ്രദമായിട്ട് എനിക്ക് കാണുന്നുണ്ട്. 30 അല്ലെങ്കിൽ 03, 06. ഒത്തിരി പതോളജിയുള്ള കേസസിലാണെങ്കിൽ നമ്മൾ 03 ഫ്രീക്വന്റ് 4 ടൈംസ് ഡെയിലി കൊടുത്തിട്ട് ഗ്രാജുവലി ഇംപ്രൂവ് ചെയ്യുമ്പോൾ 06, 12 വരെയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ വളരെ നല്ല എഫക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം അത് നമ്മൾ ലാബിൽ നമുക്ക് പ്രൂവ് ചെയ്ത് എഫക്റ്റീവ്നെസ് ആയിട്ട് കണ്ടെത്താൻ നമുക്ക് പറ്റുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ള അപ്ലാസ്റ്റിക് അനീമിയയിലൊക്കെ എക്സ്റേയില് ഓട്ടോ ഡീസൽ വർക്ക്ഷോപ്പിൽ വർഷങ്ങളോളമായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരാള്, ട്രാൻസ്പോർട്ടിന്റെ ഡീസൽ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾക്ക് വന്നിട്ടുള്ള ഈ ലൂക്കീമിയയിലും അപ്ലാസ്റ്റിക് അനീമിയയിലും അവരുടെ മയാസ്മാറ്റിക് മെഡിസിന്റെ കൂടെ ഈ എക്സ്റേ വളരെയേറെ ഗുണകരമായിട്ട് പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ പേഷ്യന്റ് ഈസ് വിത്ത് അസ്. റെക്കാർഡിക്കല് എല്ലാ വിധത്തിലും ഇംപ്രൂവ് ചെയ്യുന്നു. ഇപ്പൊ PL കൊടുത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഇപ്പം പിന്നെ എക്സ്റേയുടെ ഒരു ഗുണം, ഇപ്പം നമ്മൾ ക്യാൻസറിലൊക്കെ ആണെങ്കിൽ റേഡിയേഷൻ കീമോ ഒക്കെ തുടങ്ങി കംപ്ലീറ്റ് വാൺ ഔട്ടായിട്ട് എക്സോസ്റ്റഡ് ആയിട്ടുള്ള ക്യാൻസർ കച്ചക്സിയ എന്ന ഓമന പേരിൽ പറയുന്ന കണ്ടീഷനുള്ള പേഷ്യൻസിൽ ഞാൻ കൊടുക്കുന്ന കോറിഡാലിസ് എന്ന് പറഞ്ഞ ഒരു മരുന്നാണ്. കോറിഡാലിസ് 35 drops in 30 ml വാട്ടർ 4 times ഡെയിലി. വിത്തിൻ 3 or 5 or 6 days, ഒരാഴ്ച കൊണ്ട് അവരുടെ ക്ഷീണം മാറി ആക്റ്റീവാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് ഈ എക്സ്റേ. ക്യാൻസർ കച്ചക്സിയയ്ക്ക് വളരെ വളരെ പ്രയോജനമാണ്. അതിനകത്ത് കാണുന്നത് തേസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ട് അപ്പിറ്റൈറ്റ് പോകും. ഒരു ഡിസയർ ഓഫ് അപ്പിറ്റൈറ്റ് ഇല്ല.
അതിനകത്ത് റെപ്പർട്ടറി വരുന്ന ഡിമിനിഷ്ഡ് അപ്പിറ്റൈറ്റ് ഇൻ ക്യാൻസർ പേഷ്യൻസ്. ആൽഫ കഴിഞ്ഞാൽ നമുക്ക് പൊട്ടൻസി രൂപത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു മരുന്നാണ് എക്സ്റേ. ദെൻ ഇപ്പം ഒരു 10-35 വയസ്സുള്ള ആളുകളിൽ ബ്രസ്റ്റ് ക്യാൻസറിലോ സ്പ്ലീനിനോ ലിവറിലോ ഏതെങ്കിലും ഒക്കെ വിധത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് എക്സ്റേ എടുക്കുകയും റേഡിയേഷൻ കൊടുക്കേണ്ട അവസരമൊക്കെ വന്ന് സർവൈവ് ചെയ്തിട്ടുള്ളവരില് അട്രോഫി ഓഫ് ടെസ്റ്റിസ്, അട്രോഫി ഓഫ് പെനീസ്, അട്രോഫി ഓഫ് മാമറി ഗ്ലാൻഡ് അല്ലെങ്കിൽ അട്രോഫി ഓഫ് ലിവറിന്റെ സ്പാൻ കുറഞ്ഞിട്ട് എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ അത്രയും കുറവുണ്ട്. ഒരു 9 സെന്റിമീറ്ററിലോട്ടൊക്കെ കുറയുന്നതില് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ഈസ് എക്സ്റേ 30. ഇപ്പൊ എയിൽമെന്റ്സ് പല ഡിഫറെന്റ് ടൈപ്പില് ഗ്ലാൻഡുലാർ സ്ട്രക്ചറിലും ബോൺ മാരോയിലും സ്പ്ലീനിലും ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ട് വെറൈറ്റീസ് ഓഫ് ഇമ്പോർട്ടന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു അത്ഭുതകരമായ മരുന്നാണ് എക്സ്റേ. ഈ കച്ചക്സിയുടെ കൂടെ നമ്മൾ കാണുന്ന തൂജയിലൊക്കെ കാണുന്ന പോലുള്ള ബ്ലൂ റൗണ്ട്സ് അറൗണ്ട് തായി. ഇപ്പൊ ഏറ്റവും വീക്കെൻഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ബൈലാറ്ററൽ ബ്ലൂ റിംഗ് അറൗണ്ട് ദി ഐ എക്സ്റേയുടെ ഒരു കീനോട്ട് സിംറ്റമാണ്. ദെൻ ഏറ്റവും കൂടുതൽ ഡിസീസ്ഡ് ആയിട്ട് ഇമ്മ്യൂണിറ്റി പോയിട്ടുള്ള SLE പോലുള്ള റൊമാറ്റിക് കേസസിലും എയ്ഡ്സ് പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ സർവൈവ് ചെയ്തോ ഇല്ലാതെയും അവരിൽ വരുന്ന ക്യാൻസറുകൾക്ക് ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് എക്സ്റേ. ദെൻ തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഹൈപ്പോതൈറോയിഡിസം ഓർ ഹൈപ്പോതൈറോയിഡിസോ ഇല്ല ട്യൂമറസ് ഗ്രോയിറ്ററോ പ്രൊലോങ്ഡ് ആയിട്ട് യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ തൈറോയിഡ് തൈറോനോം പോലുള്ള മോഡേൺ മെഡിസിനിലെ ടാബ്ലറ്റ്സ് കൊടുത്തിട്ടുള്ള കൺവേർഷൻ ഓഫ് ക്യാൻസറസ് കണ്ടീഷനിൽ എക്സ്റേ ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം കിട്ടുന്നുണ്ട്. അതിനകത്ത് ATP GPU ഒക്കെ എത്ര ഹൈ ആണെങ്കിലും എക്സ്റേ കൊണ്ട് ഒരു 3 മാസം കഴിയുമ്പം നോർമലായിട്ട് വരുന്നതായിട്ട് നമുക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. റെക്കോർഡ് ഈസ് വിത്ത് അസ്. പിന്നെ ലിംഫ് ഗ്ലാൻഡില് ബോൺ മാരോയില്, സ്കിന്നില്, ഗ്ലാൻഡുലർ എഫക്ഷനിൽ ഏറ്റവും കൂടുതൽ ലിംഫോസൈറ്റിക് ലൂക്കീമിയയില്, ലിംഫോയിഡ് ലൂക്കീമിയയില് ഒക്കെ നമുക്ക് ഈ ഒരു ചരിത്രം ഉണ്ടെങ്കിൽ ആ മെയിൻറ്റെയിനിങ് കോസ് ഈസ് ഇഫ് ദർ ഈസ് ദ മെയിൻറ്റെയിനിങ് കോസ് ഓഫ് ദാറ്റ് പേഴ്സൺ ഈസ് exposed to extreme radiation at different sources. The first drug of choice is X-ray. ഹോട്ട്സ്കിൻ ലിംഫോമയിലും ഞാൻ കൊടുക്കുന്ന ഒരു നല്ല മരുന്നാണ് എക്സ്റേ. പിന്നെ ക്രോണിക് ഡിസ്പെപ്റ്റിക് സിൻഡ്രോംസ്, ഓസ്റ്റിയോസാർക്കോമയില് ക്യാൻസർ കച്ചക്സിയ പ്രൊഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. മൊത്തം നമ്മൾ എണ്ണി നോക്കുമ്പോൾ 10-50 പ്രാവശ്യം അല്ലെങ്കിൽ 10-20-30 പ്രാവശ്യം ഒക്കെ MRIയും CT സ്കാനും ഫ്രീക്വന്റ് ആയിട്ട് എക്സ്റേയും റേഡിയേഷനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു നല്ല മെഡിസിനാണ് നോൺ ഹോട്ട്സ്കിൻ ലിംഫോമയിലും ലിംഫോസൈറ്റിക് ലൂക്കീമിയയിലും AML-ലും ഒക്കെ ഈ കഥയുണ്ടെങ്കിൽ എക്സ്റേ ഇസ് ദ ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ്. വിങ് ട്യൂമർ, ഫൈബ്രോസാർക്കോമ, കോൺട്രോസാർക്കോമ, മൾട്ടിപ്പിൾ മൈലോമയില് ഈ മെയിൻറ്റെയിനിങ് കോസ് ഉണ്ടെങ്കിൽ എക്സ്റേ നല്ല മെഡിസിൻ. എന്താണ് പിന്നെ എക്സ്റേയിൽ നമുക്ക് ഇതിന്റെ കൂടെ ചേർക്കാവുന്നതും വേറെ മെഡിസിൻ കൊടുക്കുമ്പോഴും എപ്പിസ് മെലിഫിക്കയുടെ ക്യാൻസർ പെയിൻ ഇൻ സൈക്കോസിബിലിറ്റിക് പേഷ്യന്റ്. അപ്പൊ നമ്മൾ മയാസം പഠിച്ചാല് ഈ മരുന്നിന്റെ ഇപ്പൊ ഒരു സോറിക്ക് മയാസമുള്ള ഒരു ട്യൂബർക്കുലർ മയാസമുള്ള ഇപ്പൊ ക്രാക്സിന്ന് സിവിയർ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ എക്സ്റേ കോൺട്രഡിക്ടറിയാണ്. ഒരു കുറച്ച് ബ്ലീഡിങ് വരാം, നമ്മൾ ഇച്ചിങ് ചെയ്യോ എന്നൊക്കെ ചെയ്യുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ട് വരും. എക്സസീവ് ഉണ്ടെങ്കിൽ അത് ട്യൂബർക്കുലർ മയാസം ആകും, മെഡിസിൻ ട്യൂബർക്കുലിനും ആകും, ഇല്ലെങ്കിൽ പെട്രോളിയം ആകും, ഇല്ലെങ്കിൽ കാർബോ അനിമൽസ് ആകും. അപ്പൊ മയാസ്മാറ്റിക് ഡിഫറൻസിയേഷൻ ക്രോണിക് ഡിസീസസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സൈക്കോസിബിലിറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള
സാർകോമാറ്റസ്, ലിംഫോമാറ്റക്സ്, ഇൻഫെക്ഷനും ഹൈപ്പർട്രോഫിയും ഹൈപ്പോട്രോഫിയും പ്രോലിഫറേറ്റീവ് ചേഞ്ചസും ഒക്കെ എക്സ്റേയുടെ തലത്തിൽ സിബിലിറ്റിക് മയാസം അതിന്റെ ബിഹൈൻഡിലുള്ളത് കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു മെഡിസിനാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റിങ്ങിങ് പെയിൻ. എപ്പീസ് ഒരു സൈക്കോട്ടിക് മെഡിസിനാണ്. ഇപ്പൊ സൈക്കോട്ടിക് ട്യൂമേഴ്സ് അല്ലെങ്കിൽ സൈക്കോട്ടിക് പേഷ്യന്റിലുള്ള ട്യൂമേഴ്സിനെ എപ്പിസ് ആക്ട് ചെയ്യത്തുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് സിബിലിറ്റിക്, സൈക്കോസിബിലിറ്റിക് ആണെങ്കിലും സിബിലിറ്റിക് ആണെങ്കിലും ഫൈറ്റുലൊക്കെ കഴിഞ്ഞാൽ ഫൈറ്റുലയ്ക്ക് മൈഗ്രേറ്റിംഗ് പെയിൻ ആയിരിക്കും. പക്ഷെ ഇത് സ്റ്റിങ്ങിങ് പെയിൻ ഇൻ ക്യാൻസർ, എസ്പെഷ്യലി ഇൻ സൈക്കോസിബിലിറ്റിക് കേസസ്, എക്സ്റേ ഈസ് എ വെരി ഗുഡ് മെഡിസിൻ. ദെൻ ഏതെങ്കിലും വിധത്തിലുള്ള ക്യാൻസർ ട്യൂമേഴ്സ് വിതൗട്ട് അൾസറേഷൻ, മോസ്റ്റ് ഓഫ് ദം ആർ സൈക്കോട്ടിക്. അപ്പൊ നമ്മള് ക്യാൻസറസ് കേസസ് ക്യൂറായി അല്ലെങ്കിൽ പാലിയേറ്റ് ചെയ്തൊക്കെ ബെറ്റർ പെർഫോമൻസിൽ, ബെറ്റർ ആയിട്ടുള്ള പ്രൊഗ്നോസിസിൽ പോകുമ്പോൾ സമൽഹനാൻ പറഞ്ഞിരിക്കുന്ന ഒരു ഡീപ് സൈക്കോട്ടിക് മെഡിസിനകത്ത് നമ്മൾ നിൽക്കാൻ അനുവദിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കാര്യം സൈക്കോട്ടിസത്തിൽ നിന്നാണ് പിന്നെ ഫർദർ ഇൻഫെക്ഷൻ വന്നിട്ട് മയാസ്മാറ്റിക് ഇൻഫ്ലേഷൻ വന്നിട്ട് ക്യാൻസർ കൂടുതൽ വഷളാകുന്നു. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ ഒരു അക്യൂട്ട് ഇൻഫ്ലേഷൻ ഉണ്ടായിട്ട് ട്യൂമർ സെല്ല് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ട്യൂമർ ഉള്ള ഒരു ബ്രസ്റ്റിന് പെട്ടെന്ന് ഒരു ഇൻഫെക്ഷൻ വന്ന് സെല്ല് ചെയ്യുന്നു, ലിംഫഡിനൈറ്റിസ് ഭയങ്കര വേദന വന്ന് സെല്ല് ചെയ്യുന്നു, ലിവർ ഡിസീസില് ഇൻഡസ്റ്റൈനൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാൻസർ, പാൻക്രിയാസോ അല്ലെങ്കിൽ സ്റ്റൊമക്കോ ഇൻഡസ്റ്റൈനലോ കോളൻ ക്യാൻസറിലോ ഒക്കെ പെട്ടെന്ന് ഒരു ലിംഫാറ്റിക് ഇൻഫ്ലേഷൻ വിത്ത് പെയിൻ ആൻഡ് ഫീവർ ഓർ സ്വെല്ലിംഗ്, the first drug of choice is X-ray. Then the chronic fatigue syndrome. ഇപ്പൊ ക്യാൻസർ മാലേജ്, കച്ചക്സിയ പോലെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു സാധനമാണ് ക്രോണിക് ഫatigue സിൻഡ്രോം. ഇതിന് ഫൈബ്രോമയാൽജിയ എന്നൊക്കെ പറഞ്ഞ സൈക്കോസോറിക് ഡിസീസിലൊക്കെ ഈ എക്സ്റേ ഈ മെയിൻറ്റെയിനിങ് കോഴ്സ് ഉണ്ടെങ്കിൽ വളരെ ശക്തമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. ദെൻ എന്താ അതിനകത്ത് സ്കിൻ ലീഷൻസിലുള്ളത് ഡ്രൈ ക്രാക്ക് ആയിരിക്കും, ഡ്രൈ ഡാർക്കിഷ് തിക് ഡീപ് ക്രാക്ക്. ദെൻ ദ എക്സ്റേ വെരി ലോ NR ഉള്ള, ഇന്റേണൽ ക്യാൻസർ ആയാലും ലിവർ ക്യാൻസറിലൊക്കെയാണ് നമുക്ക് HCC, ഹെപ്പറ്റോ സെല്ലുലാർ കാർസിനോമയില് നമുക്ക് ഏറ്റവും വലിയ ട്രീറ്റ്മെന്റിന് ഏറ്റവും സ്കോപ്പ് ഉള്ളതും ആർട്ടിഫിഷ്യലായിട്ട് ബ്ലഡും ആൽബമിനും ഒക്കെ കയറ്റി മോഡേൺ മെഡിസിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കേസസിൽ ഈ ത്രോംബോസൈറ്റ് ഏറ്റവും വലിയ കുറയുകയും INR കുറയുകയും എക്കൈമോസിസ് ഉണ്ടാവുന്ന കേസിൽ പ്യുവർലി ഒരു സിബിലിറ്റിക് മെഡിസിനാണ് ക്രോട്ടാലസോറിഡസ്. അത് കഴിഞ്ഞാല് അതിന് കൂടുതൽ മയാസ്മാറ്റിക് സിമിലാരിറ്റി കിട്ടിയാൽ എക്സ്റേ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു മെഡിസിൻ. പിന്നെ നമുക്ക് ഒത്തിരി ഹോമിയോപ്പതി സ്കോപ്പ് ഉള്ള ഒരു കാര്യമാണ് റേഡിയേഷൻ കീമോ കഴിഞ്ഞിട്ടുള്ള ഹെയർ ഫോളിങ്. ഹെയർ ഫോളിങ്ങില് അതിന്റെ കൂടെ ബ്രസ്റ്റ് അട്രോഫി, ബ്ലാക്കനിങ് ഓഫ് ദ സ്കിന്ന്, വളരെ ലോ പൊട്ടൻസിയിൽ എക്സ്റേ ഫ്രീക്വന്റ് ആയിട്ടൊരു മാസം കൊടുത്താല് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അമിനോറിയയിലോ PCODയിലോ ഒക്കെ ഒത്തിരി ഹോർമോൺ കഴിച്ചിട്ടുള്ളവരിൽ നല്ലപോലെ ഫസ്റ്റ് ഓഫ് ഡ്രഗ് ആക്ട് ചെയ്യുന്ന തൈറോയിഡിനോ, ദ സെക്കൻഡ് ഈസ് ഫോളിക്കുലിൻ, ദ തേർഡ് ഈസ് എക്സ്റേ. അപ്പൊ ഈ 3 മെഡിസിൻ ആണെങ്കിൽ അവരുടെ അട്രോഫിഡ് ആയിട്ടുള്ള ഓർഗൻ വലുതാകും. ഒരു 3 മാസം കൊണ്ടൊക്കെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് നമുക്ക് വിസിബിൾ ആയിട്ട് കിട്ടും. ഈ ഒരു കമ്പാരിറ്റീവ് പറഞ്ഞ 3 മെഡിസിൻസിൽ ഫോളോ ചെയ്ത് സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതിയായിരിക്കും. പിന്നെ എക്സ്റേയില് നമ്മള് കുറെ കൂടെ ഫലപ്രയോജനമായിട്ടുള്ള ഒരു കാര്യം ഫ്രീക്വന്റ് ആയിട്ടുള്ള UTI.
ഏതെങ്കിലും വിധത്തെ റേഡിയേഷൻ ജെനിറ്റൽസിലോ അല്ലെങ്കിൽ റെക്റ്റത്തിലോ അല്ലെങ്കിൽ യൂട്രസിലോ ഒക്കെ കൊടുത്തിട്ടുള്ളവരിൽ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന യൂറിനറി ഇൻഫെക്ഷനിൽ ട്യൂബർക്കുലിനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്ന ഒരു മെഡിസിനാണ് എക്സ്റേ. ഇപ്പം വളരെ പ്രയോജനപ്രദമായിട്ടുള്ള നമ്മൾ ക്രോണിക് ഡിസീസിൽ ഉപയോഗിക്കാവുന്ന സാധാരണ നമ്മൾ കേട്ടുമെടുത്തിട്ടുള്ള ഈ ഒരു പോളിക്രിസ്റ്റിനെ ഒരു ഡീപ് മെഡിസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതിനകത്തുള്ള സംശയവും അതിന്റെ കമ്പാരിറ്റീവ് സ്റ്റഡിയോ അതിന്റെ കാര്യങ്ങളും ഒക്കെ ഡോക്ടർമാർക്ക് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു നല്ല മെഡിസിൻ കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ സാറേ. സാറ് പറഞ്ഞത് എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എക്സ്റേയെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്റേയെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ സാറിനോട് ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് ഏതെങ്കിലും കണ്ടീഷനോ സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചേ ഡോക്ടറെ. ചെയ്യാൻ പറ്റുന്നില്ലേ? സലീം കുമാർ ഡോക്ടറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അങ്ങനെയുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ ഇപ്പൊ. റെയ്നി അനിൽ ഡോക്ടർ ഒന്ന് സംസാരിച്ചോളൂ ഡോക്ടറെ. ഹലോ ഡോക്ടർ, ഈ പാർക്കിൻസൺസിന് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? എന്തിനാണ്? പാർക്കിൻസൺസ് ഡിസീസിനെ, അത് എക്സ്ട്രീം ഫറ്റീഗ് സിൻഡ്രോം അല്ലേ അത്? അപ്പൊ അതിന് കൊടുക്കാൻ പറ്റുമോ നമുക്ക്? അതിന് ഈ പറഞ്ഞില്ലേ എക്സ്റേയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് സാധാരണ ഒരു എക്സ്പോർട്സ് ഇല്ലെങ്കിൽ അത്തരം കേസസിൽ സൈക്കോസോറി കേസസിൽ എക്സ്റേക്ക് ഗുണം കിട്ടാനുള്ള സാധ്യത പ്രഥമ ബുദ്ധിയാൽ ഇല്ലല്ലോ. കാര്യം എക്സ്റേസ് എന്ന് പറയുന്ന ഒരു ഡീപ് സീറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി സോഴ്സിൽ നിന്നുള്ള കണ്ടിന്യൂസ് ഇറിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് എക്സ്റേയുടെ പ്രസക്തി. മനസ്സിലായല്ലേ? അപ്പൊ നമ്മള് അതാണ് അതിന്റെ ബേസിക്കൽ എക്സ്റേ പറ്റി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ റേഡിയം ബ്രോമൈഡ് എക്സ്റേ, ഇപ്പൊ കാർബോവൈജിറ്റ്, കാർബോഅനിമനിസ്, കാർബോണിയം സൾഫ്, ഗ്രാഫൈറ്റിസ്, ഇതിനകത്ത് ഇപ്പൊ നമുക്ക് എന്താ ഒരു കാർബണിന്റെ ഇൻഫ്ലേഷൻ. അതെ അതെ. അപ്പൊ നമ്മള് മെറ്റീരിയൽ മെഡിക്കാൻ പഠിക്കുമ്പോ എപ്പോഴും ഒരു PG ലെവൽ അല്ലെങ്കിൽ ക്രോണിക് ലെവലില്, പ്രത്യേകിച്ച് ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ ഹോമിയോ ഡോക്ടർമാരാണെങ്കിൽ സ്റ്റഡി അങ്ങനെ ആക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ നമ്മൾ 1ാം ക്ലാസ്സിൽ തന്നെ കിടക്കും. ഇപ്പൊ നമ്മൾക്ക് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള ഒരു 10-25 പതോളജി ഡീപ് സീറ്റഡ് ആയിട്ട് ക്യാൻസർ പോലുള്ള കേസസിൽ ഉണ്ടാകുന്ന ഡിസ്ട്രക്ഷൻ നമുക്ക് എക്സ്റേ കൊണ്ട് ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ ബേസിക് അതാ. അതിന്റെ മയാസം, അതിന്റെ കോസേറ്റീവ് ഫാക്ടർ, അതിന്റെ മെയിൻറ്റെയിനിങ് കോസ്, അത് വരുത്തി വയ്ക്കുന്ന സ്കിൻ ലീഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ലീഷൻസ്. ഇപ്പൊ ഈവൻ റെക്ടൽ ക്യാൻസറിൽ നമ്മള് എൻഡോസ്കോപ്പി റിപ്പോർട്ടിൽ 3-4 കാര്യങ്ങൾ അവർ പറയും. 1 പ്രോലിഫറേറ്റീവ് ഇറപ്ഷൻസ്, 2 അൾസറേറ്റീവ് ഇറപ്ഷൻസ്, 1 ഡീപ്പ് ഗ്രാസ്, 1 വെർജോഫേനസ്, 2 ഫ്ലഷി പോളിപ്പോയിഡ് ഗ്രോത്ത്. ഇങ്ങനെ 3-4 വിശേഷങ്ങളാണ് നമുക്ക് റെക്ടൽ ക്യാൻസറിൽ കിട്ടുന്നത്. അവിടെ തൊട്ട് തന്നെ നമുക്ക് മെഡിസിൻ ഫിക്സ് ചെയ്യാം. അവിടെ തൊട്ട് തന്നെ നമുക്ക് മായാസം കണ്ടുപിടിക്കാം. ഇപ്പൊ ഒരു മെഡിസിൻ മനസ്സിലായല്ലേ? ആ പേഷ്യന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ നമ്മൾ ആദ്യം കിട്ടുന്ന ഒരു ക്യാൻസർ പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു ഫൈൽസ് ആയിക്കോട്ടെ, ഇന്റേണൽ ബ്ലീഡിങ് ആയിക്കോട്ടെ, അതുമായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പം നമ്മൾ നോക്കേണ്ടത് ആ കേസ്, ആ പേഷ്യന്റ് കേസ് പറയുമ്പം. സാർ ചോദിച്ചോളൂ. സാർ എന്റെ പ്രശ്നമായിരുന്നു സാറേ. ഒരു സംശയം ഒരു ചാറ്റിൽ ചോദിച്ചിരിക്കുന്നത്, ആഫ്റ്റർ റേഡിയേഷൻ എത്ര നാള് എക്സ്റേ കഴിക്കണം? അല്ല,
എത്ര നാളെന്നല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മളിപ്പോ സാധാരണ ഇപ്പൊ എന്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മള് എക്സ്റേ 03 4 ബില്ലിട്ട് 2 നേരം ഷോറോ മിൽക്കിൽ 60 പൊടി കൊടുത്തിട്ട് 2 നേരം വെച്ച് കഴിക്കാനാ പറയുന്നത്. അതിന്റെ ഫോളോ അപ്പില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഒരു സൈക്കോ സിബിലിറ്റിക് മെഡിസിൻ ആണ് കോംപ്ലിമെന്ററി അല്ലെങ്കിൽ ഇന്റർകറന്റ് ആയിട്ട് കൊടുക്കുന്നത്. ഏതെല്ലാമാണ് സൈക്കോ സിബിലിറ്റിക് മെഡിസിൻ? സൈക്കോ എന്ന് പറയുമ്പോൾ പുതയ്ക്കത്തില്ല. പുതയ്ക്കാത്ത ഗ്രൂപ്പിൽ എന്തൊക്കെ വരും? ലൈക്കോപോഡിയം വരും, ലാക്കസിസ് വരും, നാട്രം ഗ്രൂപ്പ് എല്ലാം വരും. പിന്നെ ആ ഗ്രൂപ്പ് വരത്തില്ലേ? അതിന്റെ കൂടെ നമ്മള് നാട്ര ആഴ്സ് എന്ന് പറയുമ്പോൾ നാട്രത്തിന്റെ കൂടെ ആഴ്സ് ആണ് സോറിക്ക. അപ്പൊ സൈക്കോ സോറിക്ക വരും. നമുക്ക് എന്ത് വേണം? സൈക്കോ സിബിലിറ്റിക് മെഡിസിൻ വേണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എക്സ്റേയുടെ ഫോളോ അപ്പിൽ വരാവുന്ന ഏതെല്ലാം ഡ്രഗ്സുകളാണ്? ഒരു സൈനീഷ്യ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നാട്രം സിലിക്കേറ്റം വരും. അണ്ടർസ്റ്റാൻഡ്? മയാസത്തിന്റെ ഫോളോ അപ്പ് മനസ്സിലായോ? മെഡിസിന്റെ ഫോളോ അപ്പ് മനസ്സിലായോ? രണ്ടും കൂടിയുള്ള ഒരു മെഡിസിൻ വേണമല്ലോ. കാര്യം ഇതൊരു സൈക്കോ സിബിലിറ്റിക് മെഡിസിൻ അല്ലേ എക്സ്റേ. അപ്പൊ എക്സ്റേയില് ഇംപ്രൂവ് ചെയ്തു നമ്മുടെ ടോട്ടൽ കൗണ്ടോ അല്ലെങ്കിൽ HBയോ അല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സോ കുറഞ്ഞിരുന്നത് കൂടിയിട്ട് സ്റ്റാഗ്നേറ്റ് ചെയ്യുക. 1 മാസം കഴിഞ്ഞ് വന്നപ്പം സാർ അത് 70 ഉണ്ടായിരുന്നത് 80 ആയി, പിന്നെ കൂടുന്നില്ല. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു എക്സ്റേ 200 കൊടുത്തു നോക്കാം. ഒരു ആഫ്റ്റർ 10 days ഇംപ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ പിന്നെ എക്സ്റേക്ക് അവിടെ പ്രസക്തിയില്ല. എന്തുകൊണ്ടാ പ്രസക്തി ഇല്ലാത്തത്? ഒരു മെയിൻറ്റെയിനിങ് കോഴ്സിന്റെ അവസ്ഥയിലുണ്ടായ പതോളജിയിൽ ഫർദർ മെന്റൽ ഓർ ഫിസിക്കൽ ഓർ ഡയറ്റ് കൊണ്ടോ അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് കോഴ്സ് വേറെ കൊണ്ടോ അത് ഇൻഫ്ലേഷൻ ചെയ്ത് ഇൻഫെക്റ്റഡ് ആയി വേറൊരു മയാസമായി. ഫോളോ മീ? അപ്പൊ നമുക്ക് ഇയാൾക്ക് ഒരു മെന്റലി സ്ട്രെസ് ഉള്ള ആളാണ്, റിസർവ്ഡ് ആണ്, ഒരു ബിസിനസ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്, ഒരു ക്രൈവിംഗോ സെക്സോ മണിയോ ഒക്കെ ഉള്ള ആളാണ്. അങ്ങനെ വരുമ്പോ നമുക്ക് ആ ഗ്രൂപ്പിൽ നാട്രത്തിന്റെ ഗ്രൂപ്പ് വരാം. ഇല്ലെങ്കിൽ ലൈക്കോപോഡിയം ആണെങ്കിൽ ലൈക്കോപോഡിയം വരാം. ഇല്ലെങ്കിൽ നാട്രം ഗ്രൂപ്പില് നാട്രോആഴ്സ് വരാം, നാട്രം സിലിക്കേറ്റം വരാം, നാട്രോഐഡേറ്റം വരാം. അതെല്ലാം ആ സെക്കൻഡ് പ്രോസസ്. ഇപ്പൊ ഈ ലൈക്കോപോഡിയം കോൺസ്റ്റിറ്റ്യൂഷനിൽ ലൈക്കോപോഡിയം കൊടുത്തു ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നില്ല. എന്താ? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒരു ലിവർ സിറോസിസ്, ലിവർ ക്യാൻസറിൽ പുതച്ചു കിടക്കത്തില്ല, പാനിടും, വിശപ്പില്ല, വിശപ്പ് ഇച്ചിരി നല്ല പോലെ വിശപ്പുണ്ടെങ്കിൽ ഇച്ചിരി കഴിയുമ്പോ പോവും. ഈവനിങ് അഗ്രവേഷൻ ഉണ്ട്. കണ്ടോ? ലൈക്കോപോഡിയാണ്. അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നമ്മൾ കറയുന്നില്ല. ഈ പേഷ്യന്റ് ഹോട്ട് ബാം ആണ്, ഓക്കെ. പക്ഷെ ഈ പേഷ്യന്റ് കിടക്കാൻ റൈറ്റ് സൈഡിൽ വെച്ച് കിടക്കാൻ ഇഷ്ടമാണ്. പോയില്ലേ? ലൈക്കോപോഡിയം ഔട്ടായില്ലേ? അതാണ് സെക്കൻഡ് പ്രിസ്ക്രിപ്ഷന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ നമ്മൾ വെറുതെ ലൈക്കോപോഡിയം കൊടുത്ത് ഇംപ്രൂവ്മെന്റ് ഇല്ലാതെ കാട് കയറും. ലൈക്കോപോഡിയം ആണെങ്കിൽ റൈറ്റ് ഇപ്പൊ മെർസോള് സിബിലിറ്റിക് പേഷ്യന്റിൽ സിറോസിസ് ഓഫ് ലിവറോ ക്യാൻസർ ലിവറോ വന്ന് റൈറ്റ് സൈഡ് സിവിയർ പെയിൻ ഉണ്ടെന്നിരിക്കട്ടെ. ആ സിവിയർ പെയിന് നമ്മൾ ഈ സൈക്കോസോറിക് കോൺസ്റ്റിറ്റ്യൂഷൻ ലൈക്കോപോഡിയം, ലാക്കസിസ്, നാട്രം ഗ്രൂപ്പിലെ ഏതെല്ലാം കണ്ടുപിടിച്ചു വെച്ചാലും അമോണിയ ഗ്രൂപ്പിലെ ഏതെങ്കിലും മെഡിസിൻ കണ്ടുവച്ച് പിടിച്ചാലും ഈ പേഷ്യന്റ് ഗെറ്റ് റിലീഫ് ബൈ ലൈക്കോപോഡിയം പോയി മെർസോള് പോയി. കാര്യം അഗ്രവേഷൻ ആണത്. അപ്പൊ ആ കമ്പാരിറ്റീവ് മെറ്റീരിയൽ മെഡിക്കല് നമ്മളെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് 100 കണക്കിന് കേസ് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. വളരെ സക്സസ് ആ. 2 മരുന്നേ ഉള്ളൂ. ഒന്ന് അമോണിയം മോർ, ലൈക്കോപോഡിയത്തിന്റെ കഥകളെല്ലാം ഉള്ള ലിവർ ഡിസീസിൽ അല്ലെങ്കിൽ റൈപ്പ് ഹൈപ്പോകോൺട്രിയത്തിൽ ഉണ്ടാകുന്ന ഏത് ഡിസീസിലും മഗ്നീഷ്യം മോർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ.
അത്ഭുതങ്ങളായിട്ട് നമ്മുടെ ജോണ്ടിസ് കുറയും, ആൽബമിൻ കൂടും. അസൈറ്റിസ് ഉണ്ടാകുമ്പോൾ, വയറ് വീർത്തിരിക്കുമ്പോൾ, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പുറകുവശം കിടക്കത്തില്, ലെഫ്റ്റ് സൈഡിലും കിടക്കത്തില്, പക്ഷെ റൈറ്റ് സൈഡ് റിലീഫ്. അവിടെ ഒരു റൈറ്റ് സൈഡഡ് മെഡിസിനും, ഒരു സൈക്കോസോറിക് മെഡിസിനും, ഒരു റൈറ്റ് സൈഡഡ് മെഡിസിനും മൊഡാലിറ്റി കറക്റ്റ് അല്ലെങ്കിൽ ആക്ട് ചെയ്യത്തില്ല. ഇപ്പൊ അസൈറ്റിസ് ഉണ്ട്, സ്കാൻ ചെയ്ത അസൈറ്റിസ് ഉണ്ട്. മോഡറേറ്റ്, സിവിയർ അല്ല, മോഡറേറ്റാ. പക്ഷേ അബ്ഡമൻ ഫ്ലാറ്റാ. ലിവർ ഡിസീസിൽ തന്നെ കോഡേറ്റ് ലിവറിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് ലോബ് ഓഫ് ലിവറിലാണ് പെയിനും ഇൻഫെക്ഷനും അസൈറ്റിസിന്റെ കോസും ട്യൂമറും എങ്കിൽ ഹീലിയ ട്രൈഫ്ലോറ ദ ബെസ്റ്റ് ആൻഡ് സെക്കൻഡ് മെഡിസിൻ. അപ്പൊ നമ്മളെന്താ ഒരു മെഡിസിൻ പഠിക്കുമ്പോൾ അതിന്റെ തെർമൽ റിയാക്ഷൻ വിത്ത് മയാസം, പേഷ്യന്റിന്റെ അപ്പിയറൻസ്. ഇപ്പൊ കാൽക്കേറിയ കാർബോ കഥയുള്ള ഫിയർ ഉണ്ട്. പക്ഷെ പാറ്റി ഫ്ലോബി അല്ലാതെ ഡോർഫിഷും സ്ലിമും ആണെങ്കിൽ സൈലേഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനാ. കാൽക്കേറിയക്കാരന്റെ ഫിയർ ഉണ്ട്. സാർ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ മെഡിസിൻ ഒന്നുകൂടെ പറയൂ സാർ. ടീലിയ ട്രൈഫ്ലോറ, ടീലിയ യൂറോപ്പിയാണ് അടുത്ത മരുന്ന്. PT ആണ്, PTELEA. ഇപ്പൊ നമ്മള് മയാസ്മാറ്റിക് കമ്പാരിസൺ വിത്ത് സിംറ്റമാറ്റിക് കമ്പാരിസൺ വിത്ത് മെഡിസിനൽ കമ്പാരിസണില് സിമിലിമം വരണം. സാർ 2-3 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് സാർ, അവരിലേക്ക് കൂടെ പോകാം. ചോദിച്ചോളൂ. സലീം കുമാർ ഡോക്ടറെ ചോദിച്ചോളൂ. സാറേ, ഇത് വാർട്ട് പോലെയുള്ള മെഡിസിൻ ഇതിന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിലെ അതുപോലെ നെയ്യില് ഹാർഡായിട്ട് വരുന്നത്. അപ്പൊ ഞാനത് ഇപ്പൊ സാർ പറയുന്നതിന് മുമ്പ് ഒരു പ്യൂർ സൈക്കോട്ടിക് റെമഡി എന്നാണ് എന്റെ ഒരു ഇതിലുണ്ടായിരുന്നത്. അല്ല, സാറ് പറയുന്ന അങ്ങനെ ഉള്ള സിംറ്റം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ സൈക്കോട്ടിക് റെമഡി ആണെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ അപ്പൊ എനിക്കിപ്പോ സംശയമുള്ളത്, സാറ് പറഞ്ഞപ്പോ എനിക്കത് ബോധ്യം വന്നു. എന്നാലും ഇപ്പൊ ഈ എക്സ്റേ റേഡിയേഷൻ വരുന്ന കണ്ടീഷന് പോലെ തന്നെ കീമോ കഴിഞ്ഞ് വരുന്ന കണ്ടീഷനും ഇത് കൊടുക്കാമോ എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ വേറൊരു നന്മയുണ്ടെന്ന് പറഞ്ഞാല്, നമ്മള് ഈ ബാനർജി ഗ്രൂപ്പ് ഓഫ് കൽക്കട്ട അദ്ദേഹത്തിന്റെ കുറച്ച് പുസ്തകങ്ങള് നമ്മൾ മനഃപൂർവ്വം വരുത്തി അത് കുറെ അവിടെ 3 ഗ്രൂപ്പ് ഒത്തിരി 3 ജനറേഷൻ ബാനർജീസ് ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ഒരു അപ്രോച്ച് വളരെ അപ്രീഷിയേറ്റ് ചെയ്തപ്പം നമ്മൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു 4-5 കൊല്ലമായിട്ട് ഞാനും മോളും കൂടെ അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും പുസ്തകങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്തപ്പോ നമുക്ക് കിട്ടിയ വലിയ ഒരു ഫൈൻഡിങ്സ് ആണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇത് ലോജിക്കാണ്, ഇത് സയന്റിഫിക് ആണ്, ഈസിലി അപ്രോച്ചബിൾ ആണ്. അതിന്റെ ഒരു ഉദാഹരണം നമ്മളെല്ലാരും പഠിച്ചു വെച്ചിരിക്കണ മെർസോൾ കോൺസ്റ്റിറ്റ്യൂഷനില് റൈറ്റ് സൈഡഡ് ഒരു അൾസറോ പെയിനോ വന്നാൽ, അൾസറും പെയിനും ത്രോട്ട് പെയിൻ അല്ലാതെ സാധാരണഗതിയിൽ എത്ര ഡോക്ടർമാര് ഒരു മെർക്സൽപ്പ് റൂബ്രം കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ലെഫ്റ്റ് സൈഡിൽ. പക്ഷേ ഒത്തിരി ഡോക്യുമെന്റഡ് ആയിട്ടുള്ളതാണ് ക്യാൻസർ, ലെഫ്റ്റ് സൈഡഡ് ക്യാൻസർ ചീക്സില് മെർക്കഡേറ്റം റൂബ്രം, മെർക്കുറി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ, മെർക്കുറി ആണ് പേഷ്യന്റ് എങ്കിൽ മെർക്കറേറ്റം റൂബ്രം നിങ്ങൾ 0-3, ഞാൻ 0-1 തൊട്ടാ തുടങ്ങണേ. 4 ടൈംസ് വെച്ച്, 3 ടൈംസ് വെച്ച്, 2 ടൈംസ് വെച്ച് ആ ഒരു ഒറ്റ മെഡിസിൻ കൊണ്ട് തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ട് ക്യാൻസർ പോകുന്നുണ്ട്. അപ്പൊ ക്യാൻസറിലായാലും ട്യൂമറിലായാലും അൾസറിലായാലും വി ക്യാൻ അപ്ലൈ ദിസ് മയാസ്മാറ്റിക് തിയറി. അക്യൂട്ട് കേസിലാണെങ്കിൽ 30 പോരെ? തിയറിറ്റിക്കുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്യാൻസറിലും സ്കിന്നിലും ഒക്കെ നമ്മൾ കാണുന്നത് നമ്മുടെ ഒരു സെക്കൻഡ് ഇപ്പൊ നല്ല പോലെ ഇമ്പ്രൂവ് ചെയ്തു ഈ പേഷ്യന്റ്. ഇപ്പൊ ഗ്രാഫൈറ്റിസ് ഒക്കെ 30 ആണ് അത്ഭുതകരമായിട്ട് കാണുന്നത്. കാരണം എനിക്ക് ഒത്തിരി കേസസ് ഗ്രാഫൈറ്റിസ് കൊടുത്ത് ഞാൻ കുളവാക്കിയിട്ടുണ്ട് എന്റെ ജൂനിയർ പ്രാക്ടീസ് നേരത്തെ ഒക്കെ. എനിക്ക് ഒരു കോൺഫിഡൻസും ഉണ്ടായിട്ടില്ല ഈ ഗ്രാഫൈറ്റിസിൽ. അപ്പൊ ആ ഗ്രാഫൈറ്റിസിന്റെ എന്റെ അപ്രോച്ചാണ് തെറ്റുന്നത്. കാര്യം
ഗ്രാഫൈറ്റിസ് 30 ക്രോണിക് നോക്കണ്ട. എന്താ ഗ്രാഫൈറ്റിസ്? ഗ്രാഫൈറ്റിസ് ഈസ് എ മൾട്ടി ട്യൂബർക്കുലർ സിഫിലിറ്റിക് സൈക്കോട്ടിക്. ട്യൂബർക്കുലർ അല്ല, സോറിക്ക്, സോറിക്കാണ്. സിഫിലിറ്റിക്, സൈക്കോട്ടിക്. ഇതിന്റെ മൂന്ന് ഭർത്താക്കന്മാരുണ്ടെന്നാ പറയുന്നത് ഗ്രാഫൈറ്റിസിന്. അത് 3 മയാസമാണ്. അപ്പൊ സോറിയാസിസ് ആയാലും സ്കിൻ ക്രാക്കലായാലും ഡ്രൈ ആയിരിക്കണം. പാർച്ച്മെന്റ് ഡ്രൈ ആയിരിക്കണം എന്നാ പറയുന്നത്. എന്താ പാർച്ച്മെന്റ് ഡ്രൈ? നമ്മുടെ പെയിന്റ് ചെയ്യണതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാൻഡ് പേപ്പറിൽ അതുപോലെ നമ്മൾ തൊട്ട് നോക്കി ചെയ്യണമെന്നാ. പിന്നെ ഗ്രാഫൈറ്റിസ് കാർബൺ ആയതുകൊണ്ട് കറുത്തിരിക്കും. അതിനകത്തുള്ള അതത്രയും ഇച്ചിങ് ഉണ്ടാകും, ഡ്രൈ ആയിരിക്കും, പാർച്ച്മെന്റ് ഡ്രൈ ആയിരിക്കും, ബേണിംഗ് ഉണ്ട്. ഇത്രയും സോറിക്ക. എന്താ പിന്നെ അതിനകത്ത് സൈക്കോട്ടിക്? തിക്ക് ആയിരിക്കും, ഡാർക്ക് ആയിരിക്കും. ഓക്കെ. ഇനി അതിനകത്തുള്ള സിഫിലിറ്റിക് മയാസം എന്തുവാ? ചൊറിഞ്ഞ് പൊട്ടിക്ക് അൾസർ ഉണ്ടാവും. അൾസർ വിത്ത് ചിച്ചി ഫ്ലൂയിഡ്. സ്റ്റിക്കി ഫ്ലൂയിഡ് മാത്രം പോരാ. ഇത് ഏതായിരിക്കണം? ഇത് കാൽക്കേറിയ കാർബന്റെ കാർബൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഫാറ്റി ആയിരിക്കണം, ഫ്ലാബി ആയിരിക്കണം, ഹൈജീനിറ്റി കുറവായിരിക്കണം. 3 G ഉണ്ട് അതിനകത്ത്. എന്താ? ഒന്ന് ഗാസ്ട്രിക്, ഒന്ന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ഒന്ന് ഗാസ്ട്രിക് അപ്സെറ്റ് ഉണ്ട്, ഒന്ന് ചില്ലി ആയിരിക്കണം, പാർച്ച്മെന്റ് ഡ്രൈനസ് വേണം, ടിച്ചി ഡിസ്ചാർജ് വേണം, ഇച്ചിങ് വേണം. മനസ്സിലായി? ഇതുണ്ടോ? ഗ്രാഫൈറ്റിസ് 30 ഒരു തുള്ളിയിട്ട് 2 പൊടി കൊടുത്താൽ മതി. 3 മാസമായിട്ട് ഭയങ്കര അഗ്ലി ലുക്കിംഗ് ആയിട്ട് ബയലാറ്ററലായിട്ട് വന്ന് സ്കിൻ തൂത്ത് കളയണ പോലെ പോകുന്ന ഒത്തിരി കഥകൾ. അപ്പൊ അതാ ഗ്രാഫൈറ്റിസിന്റെ ഒരു ആക്ഷൻ പൊട്ടൻസി. ഇറ്റ് ഈസ് ബൈ എക്സ്പീരിയൻസ്. ഇവരെല്ലാം പറയുന്നത് 30 കൊടുത്താൽ മതി എന്ന്. അതിന് 0 ഉണ്ട്. ഞാൻ 0, പക്ഷെ 0-നേക്കാളും ഈ ഡോസ് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന സാധനം. അതുപോലെ ക്യാൻസറിൽ നമുക്കുള്ള ഇപ്പൊ ഒരു ചീക്കൊരു ഇൻഫെക്ഷനാ, നമ്മളൊരു 30 കൊടുത്തൊരു ഇൻഫ്ലേഷൻ ഉണ്ടായ ഒരു അഗ്രവേഷൻ ഉണ്ടായ പേഷ്യന്റ് ഒന്നെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് പോകും. പിന്നെ ഞാനൊക്കെ കൺസൾട്ടിങ് ഫീ മേടിക്കണോണ്ട് ഇത്രയും കാഴ്ചയൊക്കെ കൊടുത്തല്ല ഒന്നുകൂടെ കാണാന്ന് വെച്ച് വരണതായിരുന്നു. അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ 60 ദിവസം. അതിന് മുമ്പ് റിപ്പീറ്റ് ചെയ്യരുത്. അതിനുള്ള സഹിഷ്ണുത നമുക്ക് വേണം. അഥവാ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നാൽ ഡോസ് ഓഫ് എപ്പാർസൾഫ് 03 അതേ വരത്തുള്ളൂ. ശ്രുതി പറഞ്ഞോളൂ, എന്താണ് ഡൗട്ട്സ്? അല്ല സാർ, അതിനു മുമ്പ് നമ്മളെ ശ്രീധര കുറുപ്പ് സാറാണ്. പിള്ള സാറേ പറ. എനിക്ക് ആ ഒച്ച കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാ. ശ്രീധര സാർ എന്റെ ക്ലാസ്സിൽ സംസാരിച്ചോളൂ. സാർ ഇതുവരെ എന്റെ ക്ലാസ്സിൽ കമന്റ് ചെയ്തില്ല. എനിക്കൊരു സങ്കടം ഉണ്ട്. അങ്ങേപ്പോലെ ഒരു സൂപ്പർ സ്റ്റാർ ഇത്രയും ദിവസം. എനിക്ക് ചോദിക്കാനുള്ളത് സാർ, സ്റ്റെറിലിറ്റിയില് ആ കേസിന് സാറിന് അനുഭവം ഉണ്ടോ? സ്റ്റെറിലിറ്റി കേസ് വല്ലതും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? എക്സ്റേ ഉണ്ട്. സ്റ്റെറിലിറ്റി കേസിൽ കാര്യം സാറ്, സ്റ്റെറിലിറ്റിയില് എനിക്കൊരു വളരെ ഒത്തിരി പേഷ്യൻസ് ഇല്ല എനിക്ക് സ്റ്റെറിലിറ്റി. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറെ പേര് കൺസൾട്ട് ചെയ്തതിൽ ഒരു 10% സക്സസ് ആയിട്ടുണ്ട്. അതിലേക്ക് കൂടുതൽ ഞാൻ അതിന് വേണ്ടിയിട്ട് കൂടുതൽ വർക്ക് ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ ഒരു സത്യം. ഞാനിപ്പൊ മുഴുവൻ ഇതിന്റെ പുറകെയാ, സ്കിൻ, ആസ്മ, ക്യാൻസർ ഒക്കെ. അപ്പൊ അതൊരു ഒത്തിരി അത് 4th സ്റ്റേജ് ഓഫ് ക്യാൻസറാ. ഓക്കെ സാർ. സ്റ്റെറിലിറ്റിയില് ഈ എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന ആണാണേലും പെണ്ണാണേലും അവർക്ക് പിള്ളേരുണ്ടാകാതിരുന്നാൽ എക്സ്റേ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാറി അവരുടെ സ്റ്റെറിലിറ്റി മാറി. ഇതൊരു ഓക്കെ സാർ, 100% കറക്റ്റാ. ഞാൻ ഈ എക്സ്റേ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ നമ്മൾ പറഞ്ഞല്ലേ, ഏത് പതോളജി ഇനി ഡിസ്ട്രോഫി, അട്രോഫി, ഡിജനറേഷൻ, എന്താണെങ്കിലും എക്സ്റേയുടെ എക്സ്പോഷർ ഉണ്ടോ? സാറേ, എനിക്ക് ഒരു 2 മാസം മുമ്പ് അമൃതയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ, ഒരു ഫീമെയിൽ ഡോക്ടർ കേട്ടറിഞ്ഞ് എൻ്റെ അടുത്ത് വന്നാണ്. അവർക്ക് PCOD ക്രോണിക്. എപ്പോ ഹോർമോൺ കഴിക്കുന്ന എപ്പോ വരും. അവർക്ക് ഇർസൂട്ടിസം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് അൺബിയറബിൾ ആയിട്ടുള്ള ഒഫൻസീവ് ഫൗൾ സ്മെല്ലിങ്, ബ്ലഡി ലൂക്കോറിയ ഉണ്ടാവുന്ന. അത് വെച്ചാൽ അടുത്ത് നിന്നാൽ പോലും അവർക്ക് ഫീൽ ചെയ്യുമെന്നാ പറയും.
അപ്പൊ ഞാന് DMR ക്വാളിഫൈഡ് ഡോക്ടറാണ്. വർഷങ്ങൾ 14 വർഷമായിട്ട് അമൃത വേൾഡ് വലിയ ആശുപത്രി 50, 60, 80, 100, 120 പിന്നെ സ്കാൻ ചെയ്യുക. ഞാൻ കൊടുത്ത എക്സ്റേ ഒരു 2 ആഴ്ചക്കുള്ളിൽ അവർക്ക് പീരീഡായി. ഈ ബ്ലഡി ഡിസ്ചാർജ് നിന്നില്ല. ഞാൻ ഫോളോ അപ്പ് വിത്ത് ചൈന 6C 10 drops twice daily. 3 മാസം കൊണ്ട് പീരീഡും ട്രയലായി. അവരുടെ പ്രശ്നങ്ങൾ തീർന്നു. സ്കാൻ ചെയ്തപ്പോൾ PCODയും പോയി. അപ്പൊ എക്സ്റേ ഒരു അത്ഭുതകരമായിരുന്നു. സാറിന്റെ അനുഭവം വളരെ കറക്റ്റാണ്. സാറേ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഓ സർ, വേറുള്ളവരും ട്രേസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വേഗം സാറ് പറഞ്ഞു സാർ, സാറ് പറഞ്ഞു. അനീമിയയ്ക്കും വളരെ ഒന്നാം തരം മെഡിസിൻ ആയിട്ടാ ലൂക്കീമിയ. സാറേ അപ്ലേറ്റ് ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞാൽ ഓക്കെ, ശ്രദ്ധിച്ചു. വെരി ഗുഡ് മെഡിസിൻസ് ആണ്. എന്റെ നല്ല സാറേ, നല്ല ഏതായാലും സാറിന്റെ എക്സ്പീരിയൻസ് വളരെ നന്നായെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനും സാറിനോട് ചോദിക്കുന്നത്. ചോദിക്കാൻ തക്ക കപ്പാസിറ്റി ഉള്ളവരോടല്ലേ ഇതൊക്കെ ചോദിക്കാൻ, പറയുന്നവരോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ ഞാൻ അധികം തെറ്റ് കാണാറില്ലാത്തതുകൊണ്ടാണ്, അധികം സംശയം ഇല്ലാത്തതുകൊണ്ടാണ്. എല്ലാം സാറ് പറയുന്നത് മിക്കവാറും ഒക്കെ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. ഓ സാറേ, ഞാനൊരു ഗുരുതുല്യനായിട്ട് കാണുന്ന സാറ് ഇടക്കിടക്ക് വാങ്ങുമ്പോ ഞാൻ ഓർത്ത് എന്നോട് ഒരു ഡിസൈഡഡ് വേർഷനോ അക്യൂട്ട് വേർഷനോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. സാറേ, ഞാനിങ്ങനെ ഒരു ലാൻഡ് ഫോറോ എന്ന് പറയുന്ന ഒരു ഇതിന് ഇന്റർനാഷണൽ ഇതിൻ്റെ അകത്ത് പോയി. കഴിഞ്ഞ ഏകദേശം 1 വർഷമായിട്ട് എനിക്ക് ഒരു എനിമിറ്റി ലോകത്തിലില്ല. എന്നോട് ആർക്കും ഉണ്ടെങ്കിലും എനിക്ക് ആരോടും ഇല്ല. കാരണം എന്നാണെന്ന് വെച്ചാൽ ഞാനത് അതിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു സാറേ. 71 വയസ്സായി. ഇനിയിപ്പോ എന്നാ ആരോട് എനിമിറ്റി ചെയ്യാൻ? എനിക്ക് തോന്നുന്നത് സാറ് രുദ്രം ജപിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റാണ് അഫർമേഷൻ ഉണ്ട്, ഫർഗിവ്നെസ് ഉണ്ട്, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാ ദൈവങ്ങളെയും, ഒരു ദൈവത്തെ മെയിൻ, പിന്നെ ബാക്കിയുള്ള എല്ലാ ദൈവങ്ങളെയും ആരാധിക്കും. എന്നാലും ഇഷ്ടം അങ്ങനെ പ്രത്യേകിച്ചില്ല. ഏകദൈവത്തെയാ കൂടുതൽ ഇഷ്ടം. ഇനി ആരാണ്? ശ്രുതി പറ. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ ഫോർ ദി. ശരി, ബാക്കിയോടെ കേട്ടിട്ടേ പോവല്ലേ സാർ. ശ്രുതി പറഞ്ഞോളൂ. സാർ, PCOD കേസസിൽ കൊടുക്കുമെന്ന് പറയല്ലോ, ഹോർമോൺ ടാബ്ലറ്റ്സ് ഒത്തിരി എടുത്തവർക്ക്. അപ്പോ എനിക്കൊരു കേസ് ഉണ്ട് സാർ. ഒരു 25 ഇയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. 1.5 വർഷത്തോളം ഹോർമോൺ ഇൻഡ്യൂസ്ഡ് ഓവുലേഷൻ ആയിരുന്നു അവർക്ക്. അത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത് വന്ന് മെഡിസിൻ കഴിച്ച ഒരു തവണയാണ് അമിനോറിയ മാറിയിട്ട്, ഒരു തവണയാണ് മെൻസ്ട്രൽ സൈക്കിൾ വന്നിട്ടുള്ളൂ. ഇപ്പൊ ഒരു 6 to 7 months ആയിട്ട് വീണ്ടും അമിനോറിയ പെർസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ടെസ്റ്റും ഹോർമോൺ സ്റ്റഡി ഫുൾ നടത്തി, അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. PCODയുടെ ചെറിയൊരു ട്രേറ്റ്സ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നമുക്ക് അതിൽ ഈ എക്സ്റേ കൊടുക്കുമ്പോ AMH നോക്കി സാർ. AMHും PH എല്ലാം നോക്കി, എല്ലാം നോർമലാണ്. 3 മെഡിസിനാ ഡോക്ടറെ. ഹോർമോൺ അബ്യൂസ് ആയിട്ടുള്ളവർക്ക് 1 തൈറോയിഡിന്, 2 പോളിക്കുലിൻ, ഓക്കെ, 3 എക്സ്റേ. ഇത് എങ്ങനെ കൊടുക്കണം എന്നും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ സാർ? ഇപ്പം പെട്ടെന്ന് തൈറോയിഡിന് 10 പോളിക്കുലിൻ 30 പിൽസിനകത്താക്കി 3 ഗുളിക 2 നേരം. ഓക്കെ. പിന്നെ സെനേഷ്യ ഓർ സ്റ്റിഞ്ചർ 10 തുള്ളി 2 നേരം. സെനേഷ്യോ 2 നേരം, ഓക്കെ. അതുകൊണ്ട് അതിന്റെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാല് നമ്മൾ ഓവറി ടാബ്ലറ്റ്സ് കൊടുക്കാം. പിന്നെ അത് കൂടാതെ തന്നെ ഫാൽഗോ പെരിഗ്രിനം എന്ന് പറഞ്ഞിട്ടൊരു അത്ഭുതം ഉണ്ടാക്കണ മരുന്നുണ്ട്. എനി ഇറഗുലാരിറ്റീസ് ഇൻ മെൻസസ്, ഓവറിയൻ ഡിസ്ഫങ്ഷൻ, എൻഡോക്രൈൻ ഡിസ്ഫങ്ഷൻ, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് ഇതിന്റെ ഫോളോ അപ്പിൽ ചെയ്താൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഡോക്ടർ സൗകര്യം പോലെ തന്നെ വിളിച്ചോളൂ. ഓക്കെ സാർ, ഓക്കെ. ഫാൽഗോപെർഗിൻ എങ്ങനെ കൊടുക്കണ്ടേ സാർ ഇപ്പൊ ഈ കേസിൽ? അത് പൊടിയാക്കണം. 5 തുള്ളി ഇട്ട് ഒരു 30 ഡോസ് മെഡിസിൻ ഉണ്ടാക്കിയിട്ട് ബെഡ് ടൈമിൽ കൊടുക്കും. ഓക്കെ സാർ, ഓക്കെ, കൊടുക്കാം. എന്നിട്ട് എന്തെങ്കിലും ഫോളോ അപ്പ് ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്യാം സാർ. ഫാൽഗോപെറിഗിന്റെ ഒരു പതോളജി എന്ന് പറഞ്ഞാല് അൺസൈസ്ഡ് ആൻഡ് അട്രോഫീഡ്
അട്രോഫീഡ് ഇന്റേണൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പാറ്റി ഫ്ലാബി പെയർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ആ വളരെ ചെറിയ ജെനിറ്റലാകുക, ആ അപ്പർ ആൻഡ് ലോവർ ജെനിറ്റൽസ് വളരെ സ്മോൾ ആകുക, ആ അതുപോലെ എൻ്റെ ബൈലാട്രൽ അൺഈക്വൽ എന്ന് പറഞ്ഞാൽ ഓരോ ബൾക്കി ഓരോ അട്രോഫീഡ് ആയിരിക്കും. ആ ഓക്കെ അങ്ങനെ രണ്ട് മയാസം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിസീസ് പതോളജി ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പാൽഗോപെരിഗിനം. എനിഹൗ അത് മെനിസ്ട്രൽ ഇറഗുലാരിറ്റി ആണ്. ഓക്കെ ഓക്കെ മെഡിസിൻ ആണ് ന്യൂ ജനറേഷൻ മെഡിസിൻ. ഓക്കെ 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 സാർ, താങ്ക് യു സോ മച്ച് സാർ. ശരി, നെക്സ്റ്റ്. ഓക്കെ. സലിംകുമാർ എന്താണ്? സലികുമാർ ഡോക്ടർ നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തായിരിക്കും സാറ്. പിന്നെ ശാന്താചന്ദ്രൻ മേഡം പറയൂ. ഫാൽക്കോപ്പിയുടെ മെന്റൽ പിക്ചർ പത്മപ്രിയ ഡോക്ടേഴ്സ് വിശദമായിട്ട് പറഞ്ഞിരുന്നു ഇവിടെ. കേട്ടായിരുന്നു. ഓക്കെ സാർ. സാറ് പോണോ? പറഞ്ഞോളൂ. എനിക്കൊരു അനൗൺസ്മെന്റ് ഉണ്ട്. ഞങ്ങളുടെ കുറിച്ചിയിലെ ഹോമിയോപ്പതി കോളേജിന്റെ അലൂമിനി അസോസിയേഷൻ നാളെ കഴിഞ്ഞ് ശനിയാഴ്ച ഉദ്ഘാടനം 8 മണിക്ക്. എല്ലാവരും അവിടെ പഠിച്ചവരാരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അതില് എന്നെ കോണ്ടാക്ട് ചെയ്താൽ അതിന്റെ ലിങ്ക് അയച്ചു തരാം. ഓക്കെ, ഇത് പറയാൻ വേണ്ടിയാ. സാറും അവിടെ പഠിച്ചാണെന്നാ എന്റെ തോന്നുന്നത്. സൺഡേ ആണോ? സൺഡേ 8 മണിക്ക് 8 PM. 8 തൊട്ട് 8 തൊട്ട് ഒരു 9:30 വരെ കാണത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അതിന് സോറി ഫോർ ദി ഇന്ററപ്ഷൻ. കുഴപ്പമില്ല, അങ്ങനെ എല്ലാം ആകാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ശാന്താചന്ദ്രൻ മേഡം ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു നെറ്റ് കട്ടായി പോയോ എന്തോ. സാറേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത മെഡിസിനിലേക്ക് പോവാം. മാഡം വരുമ്പോ നമുക്ക് വിളിക്കാം. വന്നു. ശാന്താചന്ദ്രൻ മാഡം അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ മാഡം. ശാന്താജി പറ. ഹലോ, ഡോക്ടറെ നമസ്കാരം. നമസ്കാരം, സന്തോഷം ഒരുപാട് കണ്ടതിൽ കുറേ നാളുകൂടി. ഡോക്ടറെ, ഒരു എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് ഉള്ള ഒരു പേഷ്യന്റിനെ അവര് അലോപ്പതി ട്രീറ്റ്മെന്റിൽ അവരൊരു 3 മാസം പീരീഡ് വരാതിരിക്കാനുള്ള ഡുഫാസ്ട്രോൺ എന്തോ ഒരു ടാബ്ലറ്റ് കൊടുത്തിട്ട് 3 മാസം പീരീഡ് വന്നില്ല. വരാതിരുന്നിട്ട് പിന്നെ പീരീഡ് വന്നിട്ട് 6 മാസമായി കണ്ടിന്യൂസ് ബ്ലീഡിങ് ആണ്, നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ്. വെച്ചാൽ ഒത്തിരി ഇല്ല, ഒരു 10 ദിവസം ബ്രൗൺ കളർ ആയിരിക്കും, പിന്നെ 10 ദിവസം കുറച്ച് റെഡിഷ് ആയിരിക്കും, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ്. അപ്പൊ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ ചോദിച്ചു, ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഓരോ ദിവസത്തെ പാഡിലുള്ള ഫോട്ടോ എനിക്ക് അയച്ചു തരുമായിരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ബ്ലീഡിങ്. അപ്പൊ ഞാൻ കൊടുത്തത് ഒരു ഡോസ് ആംബ്രഗ്രേഷ്യ 10 ഒരു ഡോസ് കൊടുത്തത് എൻ്റെ മെന്റൽ സിംറ്റം വെച്ചിട്ട്. ഇപ്പൊ ഒരു 10-20 ദിവസമായിട്ട് ബ്ലീഡിങ് ഇല്ല, ബ്ലീഡിങ് സ്റ്റോപ്പായി. പക്ഷെ ഇപ്പോ CA 125 നോക്കിയപ്പോഴത്തേക്ക് 65 ഉണ്ട്. ഇനി എനിക്ക് എന്ത് മെഡിസിൻ ഞാൻ കൊടുത്തത്? ഈ ആംബ്രഗേഷ്യ 10 കൊടുത്ത് ഹൈഡ്രാസ്റ്റിനം മ്യൂറേറ്റിക്കം 3x കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഡോസ് വെച്ച് കൊടുത്ത് ഇതേ കൊടുത്തിട്ടുണ്ട്. ഇവര് ഒരു കൽക്കേറിയ കാർബ് ലുക്ക് ആണോ, ബെറേറ്റ കാർബ് ലുക്ക് ആണോ, സാനിക്കുല ലുക്ക് ആണോ, സൈലീഷ്യ ലുക്ക് ആണോ, സൈലീഷ്യ ലുക്കാണ്. സൈലീഷ്യ കൊടുക്കാനോ? അല്ലല്ല, സൈലീഷ്യ കൊടുക്കരുത്. സൈലീഷ്യയുടെ നമ്മളതിന്റെ മയാസത്തിലോട്ട് ഡീപ്പായിട്ട് പോകുമ്പോഴേ ഒരു സിഫിലിറ്റിക് മെഡിസിന് ഫൈബറസ് ടിഷ്യൂ ആണ് യൂട്രസ്. അതിന്റെ എൻഡോമെട്രിയത്തിലുള്ള ഇൻഫ്ലമേഷൻ ആണ്, തിക്നെസ് ആണ് പതോളജി. അതിപ്പോ ക്യാൻസർ ആയി. എത്ര വയസ്സുണ്ട്? 36 വയസ്സേ ഉള്ളു അല്ലേ? ഒരു 2-3 കാര്യമാണ് ഡോക്ടറെ അതിനകത്തുള്ളത്. ഒന്ന്, ഒരു ലീഗൽ സപ്പറേഷൻ. ഇല്ലെങ്കിൽ മാരീഡ് ആണോ? മാരീഡ് ആണ്, കുട്ടികളില്ല. അതാണ്. അപ്പൊ പാർട്ണറിൽ നിന്ന് ഒരു ഡീപ്പ് ഇൻഫെക്ഷൻ ഉണ്ടാകാം. കാര്യം സൈലീഷ്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്പേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? ഒരു സിഫിലിറ്റിക് ആണ്, സൈക്കോട്ടിക് ആണ്, തിക്നെസ് വരും. പക്ഷെ സൈലീഷ്യയില് പസ് വരുമെങ്കിലും റിസർവ്ഡാ, പസ് ഒഴുകത്തില്ല സൈലീഷ്യക്ക്, മനസ്സിലായില്ലേ? അപ്പൊ അതിനകത്ത് കൊടുക്കാവുന്നത്, പിന്നെ അതിന് ഡിസ്ചാർജിന് ഒഫൻസീവ് ആണോ?
ഒഫൻസീവ് എന്ന് പറഞ്ഞില്ല, പക്ഷെ ഇങ്ങനെ കറുപ്പും ഇതുമായിട്ട് ഒഫൻസീവ് എന്നല്ല, അത്ര ഒഫൻസീവ്നെസ് ഇല്ലെന്ന് പറഞ്ഞു. അതൊന്ന് ചോദിക്കണം. ആ ചോദിച്ചിട്ട് ഡോക്ടർക്ക് ഇനി കൊടുക്കാവുന്ന ഒരു സിഫിലിനും വണ്ണം, സിഫിലിനും വണ്ണം. ഓറമോർ, ഓറമോനാട്രേറ്റും അല്ല, ഓറമോർ, ആ ഓറത്തിന്റെ മോർ. ഇപ്പൊ ഓറോ എന്ന് പറഞ്ഞാല് സിബിലിറ്റിക് ആണ്. ആ മോറലി കൺജസ്റ്റഡ് ഇന്റേണൽ ഓർഗൻ വിത്ത് പ്യൂട്ടറി ഡിസ്ചാർജ്. ആ പിന്നെ കാർബോ അനിമലിസ്. ഇത് എല്ലാം കൂടെ കൊടുക്കരുത്. ഓറമോർ 3x കൊടുക്കുക. ആ സിഫിലിന്റെ വണ്ണം എത്ര റിപ്പീറ്റ് ചെയ്യണം? ഒറ്റ ഡോസേ കൊടുക്കണം, ഒറ്റ ഡോസ് മതി. ഒരു ഡോസ്. ആ ഓറമൂറ്. ആ ഓറമൂറ്. ശരി. ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് കാർബോ അനിമൽസ് 0.1 മേടിച്ച് 0.3 മേടിച്ച് ചോയ്സ് ഡേയിൽ കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പൊ PSA ഈ CA-125 കുറയും. എത്ര നാള് കഴിയുമ്പോ ഇനി നോക്കണം ഡോക്ടറെ? ഒരു 2 months കഴിഞ്ഞിട്ട്. ഓറം മൂറാണോ ഓറോ മ്യൂറിയറ്റിക്കൻ നാട്രമാണോ? ഓറം മ്യൂറിയറ്റിക്കൻ നാട്രമാണോ ഓറം മൂറാണോ? അല്ലല്ല, ഓറമോർ 3x. ഓറമോർ നാട്രേറ്റോ എന്ന് പറയുമ്പോൾ നാട്രം ഗ്രൂപ്പിൽ വരുമ്പോൾ മുഴ വരും. അതാണ് ഫൈബ്രോയിഡിൽ വരുന്നത്. ഈ ഓറമോറിനുള്ളത്, ഓറം എന്ന് പറയുന്ന സ്വർണം മുറിയാറ്റിക്കിന്റെ മൂറുവാ. മനസ്സിലായി? അപ്പൊ ഓറമെറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓർമെറ്റിന്റെ മനസ്സ്, സപ്രഷൻ, റിസർവ്ഡ്നെസ്, ക്ലോസ് മൗത്ത്. അതിനകത്ത് നാട്രമോറും ഓറവും തമ്മിലുള്ള എന്താ വ്യത്യാസം? നാട്രമോർ സിബിലിറ്റിക് ആയതുകൊണ്ട് പുതച്ചിട്ട് പാനിട്ട് കിടക്കും. നാട്രമോർ ആണെങ്കിൽ പുതക്കയില പാനിടും, തണുത്തത് കഴിക്കും. ഞാൻ എൻ്റെ ഒരു തെർമൽ പറഞ്ഞതാ. പെട്ടെന്ന് മയാസത്തിലോട്ട് ഇടിച്ചു കയറാൻ പറ്റും. ഇപ്പൊ ഓറമോർ കൊടുക്കണം. ഓറമോർ 3x എൻഡോമെട്രിയോസിസിൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ് ഓറമോർ 3x. ഓക്കെ. ഓറമോർ 3x കാർബോ അനിമൽസ്. ക്യാൻസർ ഉണ്ടല്ലോ. അപ്പൊ സൈലീഷയുടെ ഫോളോ അപ്പിൽ വരുന്ന ഒരു ക്യാൻസർ മെഡിസിൻ ആണ്. എസ്പെഷ്യലി CA-125 CA ഒക്കെ കൂടുമ്പോൾ കാർബോ അനിമൽസ് ആണ് നല്ല എഫക്ഷൻ ഉള്ളത്. CA-125 65 ഉണ്ട്. നോക്കിക്കോളൂ, 2 മാസം കഴിഞ്ഞ് ഡോക്ടർ നോക്കുക. അപ്പൊ CA-125 കുറയും. ശരി ശരി ഡോക്ടർ. ഈ ഫാൽക്കോ ഏത് പൊട്ടൻസി ആണ് ചോദിച്ചത്? ഫാൽക്കോപെരിക്കിനും 30-200 വണ്ണം മേടിച്ചോളൂ. മേടിക്കുമ്പോ എല്ലാം കൂടെ മേടിക്കും, എന്നിട്ട് സ്റ്റോക്ക് ചെയ്യും. പഞ്ഞം വിചാരിക്കണ എന്തിനാ? എല്ലാം കിട്ടണം, സമ്പാദിച്ചാ പോരെ. കുറെ മരുന്നൊക്കെ മേടിക്കും. എന്റെ ഈ അപ്രോച്ചിന്റെ ഒരു ശരി ഞാൻ പറയുകയാണ്. എനിക്കൊരു ലങ് ക്യാൻസറിൽ ലെഫ്റ്റ് സൈഡില് ഒരു സൂപ്ര ക്ലാവിക്കുലർ മൾട്ടി ലിംബ് ഗ്ലാൻഡ് വന്നു. ഇയാളൊരു ബിസിനസ്സുകാരനായിരുന്നു. അയാൾക്ക് ഫെയിലുവർ ഉണ്ടായി. അയാളുടെ വൈഫ് അസുഖം വന്ന് മരിച്ചുപോയി. 2 മക്കളുണ്ട്, അവർ നോക്കുന്നില്ല. സങ്കടമായി, കടമായി, കടം വീട്ടാൻ വകയില്ല. അയാൾ കൊടുത്തില്ല, ആരോടും സ്പെയർ ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു നാട്രം ഔട്ട് പേസ്റ്റ്. അത് MER മെഡിക്കൽ കോളേജിൽ നിന്ന് മൾട്ടി ഇൻഫെക്ഷൻ ആയിട്ട് മെറ്റുണ്ടായിട്ട് അവർ പാലിയേറ്റീവ് കെയർ വിട്ട കേസ്. ഞാൻ വന്നു, കേസ് എടുത്ത് ഞാൻ കൊടുത്ത നാട്രം കോൺസ്റ്റിറ്റ്യൂഷനിൽ ലിംഫഡിനൈറ്റിസ്. ഞാൻ ലങ് ക്യാൻസർ മറന്നു. ലിംഫഡിനൈറ്റിസ് ആണ് പ്രൊമിനന്റ്. ലിംഫൈറ്റിസ് സെക്കൻഡറി ഇൻഫെക്ഷനാണ്. അദ്ദേഹത്തിന് കിടക്കാൻ ഇഷ്ടമില്ല, ഇരിക്കും. വേദന വരുമ്പോൾ നടക്കും. എവിടെ നടക്കും? പുറത്തിറങ്ങി നടക്കും. നാട്രമോറിന്റെ ഒരു സിംറ്റം ഓപ്പൺ എയർ റിലീഫ്, റിസർവ്ഡ്നെസ്. മനസ്സ് മുഴുവൻ നാട്രോ. ക്രേവിങ്സ് ഉണ്ട്, റിസർവ്ഡ്നെസ് ഉണ്ട്, ലോസ് ഉണ്ട്, ഗ്രീഫ് ഉണ്ട്, കൺസലേഷൻ, അഗ്രവേഷൻ. ആ നാട്രത്തിന്റെ കൂടെ ഞാൻ എന്ത് കൊടുത്ത്? ലിംഫഡിനൈറ്റിസും ലെഫ്റ്റ് സൈഡഡ് കംപ്ലൈന്റുമാണ്. ഹോട്ട് ബാമ ഞാൻ കൊടുത്ത് നാട്രം അയഡൈഡ് 0.1. പുസ്തകം പറയുന്നുണ്ട് സ്ട്രോങ് ആണ്, സൂക്ഷിച്ച് പൊട്ടൻസ് കൊടുക്കണം. 0.1. 2 മാസം കൊണ്ട് ലിംഫ് ഗ്ലാൻഡ് വാനിഷ് ചെയ്തു. എക്സ്റേ എടുത്ത് എന്റെ സണ്ണിലെ കൊണ്ട് റിവ്യൂ ചെയ്തപ്പോ ക്യാൻസർ ടിഷ്യൂസ് ഷ്രിങ്ക് ചെയ്തു.
വാസ്കുലർ ലങ് വാസ്കുലാരിറ്റി ഒരു 30-40% ഇമ്പ്രൂവ് ചെയ്യും. അതാണ് ആ മയാസ്മാറ്റിക് റിലേഷൻഷിപ്പ്. എങ്ങനെ അതിനെന്താ പറയണത്? പേഷ്യന്റിന്റെ മയാസം, മെഡിസിന്റെ മയാസം, അസുഖത്തിന്റെ മയാസം. അവിടെ ഒരു കമ്പാരിസൺ. അപ്പൊ നമ്മുടെ ഒരു അപ്രോച്ചാണ്. പിന്നെ അതിനെ കഷ്ടപ്പെടും. ഇപ്പൊ ഇപ്പൊ പോസിറ്റ് കിടക്കുന്ന ആളാണ്. റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആയിട്ടുള്ള ലംഗ്ലേഷനിൽ വന്ന് ഒരു ലിംബഡിനൈറ്റിസ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? എന്ത് കൊടുക്കും? നമ്മുടെ ബോർഗിലില്ലാത്ത മരുന്ന് മെർസോളിന്റെ ഒരു കോമ്പിനേഷന്. കുറുസാറെ പറഞ്ഞ കുറുസാറെ, ഞാൻ കൊടുക്കുന്നത് മെർക്കൈഡേറ്റ്, മെർക്കൈഡേറ്റ് മാത്രം. റൂബറോ ഇല്ല, പ്ലേവോ ഇല്ല. അത് വാനിഷ് ചെയ്യും. അതാണ് മയാസവും ഡിസീസും അതിന്റെ സിമ്പിളും. വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ ലോജിക്കായിട്ടുള്ള, വിതിൻ 1 month നമുക്ക് റിസൾട്ട് കിട്ടുന്ന അപ്രോച്ചായിരുന്നു. അപ്പൊ മെഡിസിൻ വേണം, മെഡിസിനും വേണം നമ്മുടെ കയ്യില്, മെഡിസിനെ പറ്റി ബോധവും വേണം. സാറിന്റെ ഫോൺ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടണം. തരാം, ഞാൻ തരാം. അടുത്ത നമ്മുടെ ഒരു അപ്രോച്ച് കേട്ടോ. ഒരു ക്യാൻസറാണ്, ക്യാൻസർ മാൻഡിബിൾ. മാൻഡിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാൻഡിബിൾ ടിഷ്യൂസിൽ ഗമ്മിൽ അടിച്ചതാ. അപ്പൊ ഗമ്മിന്റെ ബോൺ ടിഷ്യൂയിലാണ് ക്യാൻസർ വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ചീക്കാണ്. സ്മോക്കിംഗ് ഉണ്ടായിരുന്നു, മീറ്റ് ഹാബിറ്റ് ഉണ്ടായിരുന്നു. 47 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ചീക്ക് ക്യാൻസർ ആയിട്ട് വന്ന് മാൻഡിബിൾ മാറ്റാൻ പറഞ്ഞു. ഒരു ബെറേറ്റ കാർബ് ലുക്കുള്ള ഒരു കൽക്കരി അപ്പോസിന്റെ പൊക്കം, അതിന്റെ ഫിയർ, ചൈൽഡിനെസ്, ഇതാ ഞാനിവിടെ വെബിനാറില്ല, 10 മണിക്ക് വരും. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹലോ, നമ്മൾ അവിടെ കണ്ടാണ് ബോണിന്റെ കാർട്ടിലേജിനെ സ്ട്രെച്ച്. ബോൺ അല്ല അവിടെ. ഇപ്പൊ ബോൺ കാർട്ടിലേജിനെ സ്ട്രെച്ചിൽ ആക്ട് ചെയ്യണ ഏതെല്ലാം മെഡിസിൻസ്? ഒന്ന് റൂട്ട, ഒന്ന് സൈലീഷ്യ, ഒന്ന് ക്ലാല. അതിന്റെ മയാസ്മാറ്റിക് ഗ്രൂപ്പിൽ പോകുമ്പോൾ എന്തെല്ലാം വരും? കൽക്കറിയപ്പോസ്, സൈലീഷ്യ, ഓറമെറ്റ്. മെയിനായിട്ടുള്ള മെഡിസിൻസ് അതന്നെ. നമ്മൾ പഠിച്ചു വന്നു കഴിഞ്ഞപ്പം ഒരു കാൽക്കേറിയ കാർബിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്, പാറ്റിയാണ്, ഫ്ലാബിയാണ്, ഫെയറാണ്, പെറ്റികൊണ്ട്, കറുപ്പാണ്, എക്സോസ്റ്റഡ് ആണ്, ഭയങ്കര ക്യാൻസർ ഫിയർ. നമ്മളെല്ലാം തിരക്കും. അപ്പൊ കാൽക്കേറിയ കാർബ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഫൈബ്രസ് ഡിസീസിലെ ഇൻഫെക്ഷൻ, ട്യൂമർ, ഇൻഫ്ലമേഷൻ, ആക്സിസ്. എന്തായിരിക്കും ചിന്ത? കാൽക്കേറിയ കാർബില് ഇൻഫ്ലേഷനും പസ് ഫോർമേഷനും ഇല്ല. കാൽക്കേറിയയുടെ ഒരു ഗ്രൂപ്പിലുണ്ട് ആബ്സസ് ഫോർമേഷൻ ഫ്രീക്വന്റ്. ഏതാണ്? കാൽക്കേറിയ ഹൈപ്പോഫോസ്. ഇവിടെ അതല്ല. ഇവിടെ സ്പെസിഫിക്കലി ബോൺ ടിഷ്യൂവിന്റെ ഡിഫറൻറ്റ്, കാർട്ടിലേജസ് ടിഷ്യൂ ഇല്ല. നമ്മൾ കൊടുത്തത് കാൽക്കേറിയയും സൈലീഷ്യയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ. 0.3 4 times daily for 1 month. 60% ലീഷന് സബ്സൈഡ് ചെയ്തു. ഏതാണ്? കാൽക്കേറിയ സിലിക്കേറ്റ്. അതുപോലെ അല്ല, അതാ അതിന്റെ ഒരു അപ്രോച്ച് ഞാൻ പറഞ്ഞതാ. അത് അത്രത്തോളമൊക്കെ എങ്ങനെ സാറിന് അത്ര വാസ്റ്റ് ആയിട്ട് നോളജ് ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തി ചിന്തിക്കാം. കുട്ടികളത്തിൽ ചിന്തിക്കുന്നത് മാത്രമല്ല, നമുക്ക് മെഡിസിൻ കളക്ഷൻ വേണം. മെഡിസിൻ കളക്ഷൻ വേണം. മെഡിസിൻ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പ ചുറ്റാണ് നോക്കട്ടെ. ഇപ്പൊ കോമൺ ആയിട്ടുള്ള ഞങ്ങള് ലങ് ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഏതെല്ലാം ബോണിൽ ഇൻഫെക്ഷൻ ആണോ
ഞങ്ങളൊരു മെഡിസിൻ കൊടുക്കുന്നുണ്ട്, നാട്രം സാലി ഫ്ലൂറിക്കം. നാട്രത്തിന്റെയും സൈലീഷ്യയുടെയും ഫ്ലൂറൈഡിന്റെയും കോമ്പിനേഷൻ അവിടെ നിൽക്കും, പിന്നെ മെറ്റീരിയത്തിൽ. സാറിന് അപ്പൊ ഇന്ന് പറയാൻ വന്ന നെക്സ്റ്റ് മെഡിസിൻ നമുക്ക് സാറ് തീർച്ചയായിട്ടും അധികം താമസിയാതെ ഒരു ക്ലാസ് കൂടെ പത്തായി. എന്റെ അടുത്ത അടുത്ത മെഡിസിൻ ക്രോട്ടാലോസോൾഡസ് ആണ്. കാര്യം ഈ എക്സ്റേ ആയിട്ട് ഈ പറയുന്ന കുറിപ്പ് സാറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പതോളജിയിൽ ഏറ്റവും കൂടുതൽ ഡെപ്തിൽ ആക്ട് ചെയ്യുന്ന ഒരു സ്നേക്ക് വീനം പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങള് സാറിൽ നിന്ന് അടുത്ത് തന്നെ, വളരെ അടുത്ത് തന്നെ അങ്ങനെ ഒരു ക്ലാസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ക്രോട്ടാലസിന് നമ്മുടെ ഈ എല്ലാവരും കാര്യം ഈ മനസ്സ് പഠിക്കണ അത്രയും വിഷമമില്ല. മനസ്സ് പഠിക്കണം, പക്ഷെ നമുക്ക് റിസർവ്ഡ് ആണോ അല്ലെങ്കിൽ റിലീസ്ഡ് ആണോ എന്നൊക്കെ 1, 2, 3, 4 പോയിന്റ് കിട്ടിയാൽ മതി. പക്ഷെ ഒരു 95% നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഞങ്ങൾ ചെയ്തപ്പം ഇതെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ. എനി ഡൗട്ട് സോ ഫാർ എവർ ക്യാൻ സി കോൾ മീ 9447 347 466. വിളിക്കാം. ഒരു 9:30 ആകുമ്പോൾ വിളിച്ചാൽ മതി രാത്രി. ഓക്കെ സാറേ. സാറിന്റെ അങ്ങനെ എന്തായാലും വളരെ എന്തെല്ലാം അറിവുകളാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഇതെല്ലാം എല്ലാരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാരും ഇതെല്ലാം സാറിനെ കണ്ട് മാതൃകയാക്കി പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് എന്നെ പറയാനൊക്കെ. ഞാൻ സാറിന് ഇന്നത്തെ ക്ലാസ്സിന് നന്ദി പറയുന്നതിനായി ഡോക്ടർ ശ്രുതിയെ ക്ഷണിക്കുകയാണ്. അധികം ഡോക്ടർ ശ്രുതി ഉണ്ടോ? ശ്രുതി ഉണ്ടല്ലോ. ഡോക്ടറെ പറഞ്ഞോളൂ. ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഞാനിപ്പോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നിയർലി 7 years ആയി. അപ്പോ ഈ എക്സ്റേ എന്നുള്ള മെഡിസിൻ വളരെ റയർ ആയിട്ടേ കൊടുത്തിട്ടുള്ളൂ. അതും ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാൻ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഇത്രയും വാസ്റ്റ് ആയിട്ട് എക്സ്റേയിൽ ഇത്രയും ഡീപ്പായിട്ട് പഠിക്കാനുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോ ഞങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സിനൊക്കെ ഒത്തിരി പഠിക്കാൻ പറ്റി. ഇനിയും സാറിന്റെയും മറ്റു ഡോക്ടേഴ്സിന്റെ എല്ലാവരുടെ അടുത്തുനിന്നും ഒത്തിരി നല്ല ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. മധു ഡോക്ടറെ താങ്ക് യു സോ മച്ച്. അതുപോലെ ഞാൻ ചോദിച്ച ഡൗട്ടിന് അത്രയും ഒരു ഡീപ്പ് ക്ലാരിഫിക്കേഷൻ ആണ് കിട്ടിയേക്കുന്നത്. അപ്പൊ ഞാനും ലുക്കിംഗ് ഫോർവേഡ് അത് ആ കേസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അവരുടെ ആ ഈഗർനെസ് നമ്മൾ ബഹുമാനിക്കുന്നു അല്ലേ മനോജ്? അതാണല്ല ഈ ISPH കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലേ. അതുപോലെ സാറേ, ഇതിനകത്ത് ബഹുഭൂരിപക്ഷം പേരും 50-നും 60-നും മുകളിലുള്ളവരാണ്. ചെറുപ്പക്കാർ വളരെ കുറവാണെന്നുള്ള ഒരു സങ്കടമുണ്ട്. ഡോക്ടർ ശ്രുതിയെ പോലുള്ളവർ ഇനിയും ഒത്തിരി പേര് ഇത് വരികയും വളരെ വിലപ്പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതിന് തുല്യം പറയാൻ വേറൊന്നുമില്ല. അത്രയും എന്താണ് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത കണക്കുള്ള മൂല്യമുള്ള ക്ലാസ്സുകളാണ് നടന്നു പോണത്. അപ്പൊ അത് കുറച്ചു പേരുകൂടി ഇതൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തിയെങ്കിൽ ഹോമിയോപ്പതി കുറച്ചും കൂടി ഉയരത്തിലെത്തിയല്ലേ. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അല്ല, ഒരു ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാലത്ത് ഇതുപോലുള്ള ഒരു മയാസ്മാറ്റിക് അറിവുണ്ടെങ്കിലേ കമ്പാരിറ്റീവ് മെഡിസിൻ പഠിക്കാൻ പറ്റത്തുള്ളൂ, കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ മെറിസോള് സൈലീഷയൊക്കെ തമ്മിൽ ബേസിക്കിലുള്ള 1-2 കാര്യങ്ങളല്ലാതെ കോളേജിലൊന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല, അവരുടെ സിലബസും റൊട്ടീൻസും. അപ്പൊ കുറുപ്പ് സാറിനെയൊക്കെ പോലുള്ളവർ ചെയ്യുന്നത് NSSന്റെ കോളേജിലൊക്കെ ഒത്തിരി സ്വാധീനമുള്ള ഒരു ബഹുമാന്യനായ സീനിയർ ഡോക്ടർ എന്ന നിലക്ക് ഈ ISPHലൊക്കെ വന്ന വളരെ സഹൃദയരായിട്ടുള്ള ഒരു അതിനൊരു സാലറിയോ അല്ലെങ്കിൽ ഒരു പ്രതിഫലമോ ഇച്ഛിക്കാതെ വന്ന് ഒത്തിരി ക്ലാസ് ഒക്കെ എടുക്കാനുള്ള മനസ്സുള്ളവരുണ്ട്. അവിടെയൊക്കെ പുറത്തുനിന്ന് ഇപ്പം ഞാനത് കണ്ടത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പുറത്തുനിന്നുള്ള ഫാക്കൽറ്റിയെ കൊള്ളാമെന്ന് തോന്നിയാല് ശാരദാകൃഷ്ണയിലെ മോഹൻ ഡോക്ടറെ വിളിച്ച് സൗകര്യങ്ങളും കൊടുത്ത് അവിടെ ഇരുന്ന് പിള്ളേരെ പോലെ അദ്ദേഹം കേൾക്കുകയും പിള്ളേർക്ക് കേൾപ്പിക്കുകയും. അതുകൊണ്ട് അവരുടെ നിലവാരം ഒത്തിരി ഓടുന്നു. അവിടുന്ന് ഇറങ്ങുന്ന പിള്ളേർക്കൊക്കെ ഒരുവിധം ബേസിക് നോളേജ് ഉണ്ട്. മറ്റുള്ള ഒരു കോളേജിലും അത് കാണുന്നില്ല. കാര്യം അവിടെ മറ്റ് ഫാക്കൽറ്റിയെ കയറ്റാൻ അവിടുത്തെ അതോറിറ്റീസിന് വലിയ താല്പര്യം.
അത് നമ്മുടെ ജൂനിയേഴ്സിനായിട്ടുള്ള സ്റ്റുഡൻസിന് ഇപ്പൊ ശ്രുതിയൊക്കെ പോലുള്ളവരെ അത് ഒത്തിരി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു അത്ഭുതമായിട്ടോ നന്മയായിട്ടോ ഒക്കെ തോന്നുന്നത്. അല്ലേ കുറുപ്പ് സാറേ? സാറിന്റെ അഭിപ്രായം എന്താ? ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നല്ലോ. ധനേഷ് ഡോക്ടറെ. തീർച്ചയായിട്ടും സാറേ കറക്റ്റ് ആണ്. ഞാൻ പറയാം, ഈ IFPH വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കോൺഫിഡൻസ് ലെവൽ അവധി കൂടിയാണ് കൂടിയത്. ആദ്യം ഞാൻ IHK കൂടെ വന്നു, IHMA കൂടെ വന്നു, IFPH വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കോൺഫിഡൻസ് ലെവൽ നമുക്ക് പഠിപ്പിക്കണമെങ്കിൽ പഠിക്കാതെ പറ്റിയല്ല. ആൾക്കാർ പല ചോദ്യം ചോദിക്കും. അതിനു മുമ്പ് നമ്മൾ ശരിക്കും പഠിച്ചേ അവിടെ വരാൻ പറ്റുള്ളൂ. ചുമ്മാ കൊഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇപ്പം നമ്മുടെ മനോജ് ഡോക്ടറെ കൂട്ടുള്ളവരൊക്കെ ആണെങ്കിൽ, ഡോക്ടർ ഹരിഹരനെ കൂട്ടൊക്കെ ആണെങ്കിൽ ചുമ്മാ വിടുകയാണ്. അതുകൊണ്ട് പഠിക്കും, വായിക്കും, അത് പ്രാക്ടീസ് അത് നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ളതേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും വളരെയധികം, എല്ലാവരും മണ്ടന്മാരാണെന്ന് വിചാരിക്കരുത്. എല്ലാവരും വളരെ തികഞ്ഞവർ തന്നെയാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച് ക്ലാസ് എടുക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പം നമ്മൾ എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ IFPH വന്ന പിന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വളരെയധികം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ താങ്ക് യു. അതുകൊണ്ട് IFPHനും ഇതുപോലെ നിങ്ങളെ കൂട്ടുള്ള ഡോക്ടർമാർക്കൊക്കെ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ അറിയാൻ മേലാത്തതുണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ. ചുമ്മാ ചോദ്യത്തിന് വേണ്ടി ചോദിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അത് എനിക്ക് ആരോടും വിരോധവും ഇല്ല, വൈരാഗ്യവും ഇല്ല, ഒന്നുമില്ല. നന്ദി കുറുപ്പ് സാറേ. ഒരു മിനിറ്റ് ശൈല, ഒരു മിനിറ്റ്. ഇന്നത്തെ പേപ്പറിൽ ഡോക്ടർമാരെ ബാധിക്കുന്നവരെ മനോജൊക്കെ അത് അറിഞ്ഞെന്നാ തോന്നണം അല്ലേ? എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ഡോക്ടർമാരും വിവര പട്ടിക, നമ്മൾ കൊടുക്കുന്ന മരുന്നിന്റെ വിലയൊക്കെ എഴുതി പ്രദർശിപ്പിക്കണമെന്നും അതിന് ലൈസൻസ് എടുക്കണമെന്നും പറഞ്ഞൊരു ഇൻഡാസ് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി നേതാക്കന്മാർ ശ്രദ്ധിക്കണം. നമ്മളെയൊക്കെ ഏതെല്ലാം വിധത്തില് ആക്ഷേപിക്കാവുന്ന വിധത്തില് ഒരു വലിയ ബാഹ്യശക്തി നമ്മളെ തിന്നുകൊണ്ടിരിക്കുക. ഏതെല്ലാം വിധത്തിൽ നമ്മളുടെ സാധ്യതകളൊക്കെ ഒതുക്കാവോ? കാര്യം പബ്ലിക്സിനെ കൊണ്ട് ഒതുക്കാൻ പറ്റാത്തത് കൊണ്ട് നിയമപരമായിട്ട് കൂച്ചുവിലങ്ങിടാനുള്ള വലിയൊരു ശ്രമമുണ്ട്. അതിനെപ്പറ്റി സംഘടനാ തലത്തില് ആലോചിക്കുകയും വേണ്ടതൊക്കെ ചെയ്യേണ്ടതാണ് കേട്ടാ. ജനകീയ പട്ടികയൊക്കെ രേഖപ്പെടുത്താൻ പലവ്യഞ്ജന കച്ചവടം. ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. അതിപ്പോ ഫെബ്രുവരി 2-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഫൈൻ കൊടുക്കണം. ഇന്നത്തെ പേപ്പറിലുണ്ട്. അതുകൊണ്ടുണ്ട്. അപ്പൊ പഞ്ചായത്ത് തലത്തില് രജിസ്റ്റർ ചെയ്യാത്തവർ രജിസ്റ്റർ ചെയ്യണം. സ്റ്റാഫ് ഉള്ളവരാണെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ടാക്സ് കൊടുക്കണം. ഒത്തിരി കാര്യങ്ങളുണ്ട്. ചെയ്തില്ലെങ്കിൽ പണി വരും കേട്ടാ. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലാണ് സാർ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് IFPHൽ ഒരു ചർച്ച വെക്കാനുണ്ടോ? അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു ഒരു ദിവസം അതിനെ കുറിച്ച് ഞാൻ കേൾക്കാഞ്ഞോണ്ടായിരിക്കും. ഇന്നത്തെ പേപ്പറിലാണ് ഉള്ളത് കേട്ടോ. ഇന്നത്തെ പേപ്പറിലുള്ളത്. അതിഗംഭീരമായ ഒരു സെഷനാണ് ഈ വേദിക്ക് മധു ഡോക്ടർ ഇന്ന് സമ്മാനിച്ചത്. അപ്പം പോലെ വളരെ ഡെപ്തിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ നാളെ നമ്മോടൊപ്പം എത്തുന്നത് നമ്മുടെ ഭാഗ്യലക്ഷ്മി ഡോക്ടറാണ്. ഡോക്ടറുടെ ചികിത്സാനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. അതിൽ പൈൽസും ഹെമറോയിഡും ഫിസ്റ്റുല, ഫിഷർ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. അതൊന്ന് അറിയിക്കാൻ വേണ്ടിയായിരുന്നു. ഓക്കെ ധനേഷ് ഡോക്ടറെ. അപ്പോഴ് ഇന്ന് 1228-ാം ദിവസത്തെ മലയാളം പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. സാറിന്റെ അതിവിശാലമായ അറിവുകളിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമുക്ക് ഇന്ന് ഇവിടെ അങ്ങനെ ഓരോന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സാറിന്റെ ഒരു നല്ല മനോഹരമായ ഒരു ക്ലാസ്സിന് ശേഷം നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം അവസാനിക്കും.